ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോഷ് ആക്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും പൊതുവേ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ആക്റ്റാണ് പോഷ് ആക്ട്. വർക്ക് പ്ലേസിലുള്ള സെക്ഷൽ ഹെറാസ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഒരു നിയമമാണ് പോഷ് ആക്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെക്ഷൽ ഹെറാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013 അഥവാ പോഷ് ആക്ട്. അപ്പോൾ ഇതൊരു 3 ഭാഗമായിട്ടായിരിക്കും ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ക്ലാസ്സായി എടുക്കുന്നത്. പ്ലസ് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വിശാഖ ഗൈഡ്ലൈൻസ് ആർ റിലേറ്റഡ് ടു സെക്ഷൽ ഹെറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്, showing pornography, physical contact and advance, all of the above. വിശാഖ ഗൈഡ്ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ആണ്. എന്താണെന്നൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. Who among these can be an aggrieved person under the Sexual Harassment of Women at Workplace Act 2013? A woman working in an establishment, a woman visiting a workplace, a student in an educational institution. നോക്കാം. അണ്ടർ ദ സെക്ഷൽ ഹെറാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013, വർക്ക് പ്ലേസ് എന്നാൽ എന്ത്? ഓർഗനൈസേഷൻ ഫണ്ടഡ് ബൈ ഗവൺമെൻറ്, പ്രൈവറ്റ് ഓർഗനൈസേഷൻ, എനി NGO, എനി ഡ്വെല്ലിംഗ് പ്ലേസ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. അണ്ടർ ദ സെക്ഷൽ ഹെറാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013, unorganized sector, അസംഘടിത മേഖല, in relation to a workplace means an enterprise owned by individuals or self-employed workers and engaged in the production or sale of goods or providing service of any kind whatsoever, and where the enterprise employs workers, the number of such workers is less than. പറയത്തില്ലായിരിക്കും, നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ സെറ്റ് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ പർപ്പസ് ഓഫ് റിഡ്രസിംഗ് കംപ്ലയിൻസ് ഓഫ് സെക്ഷൽ ഹെറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, ദ എംപ്ലോയർ ഓഫ് ദ വർക്ക് പ്ലേസ് ഈസ് റിക്വയർഡ് അണ്ടർ പ്രൊവിഷൻസ് ഓഫ് ദ പോഷ് ആക്ട് 2013 ടു കോൺസ്റ്റിറ്റ്യൂട്ട് grievance redressal committee, internal complaints committee, sexual harassment enquiry committee, women's cell. Which of the following statutes provide for constitution of internal complaints committee? ഈ ആക്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, കേരള റൈറ്റ് ടു സർവീസ് ആക്ട്, പോഷ് ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. പോഷ് ആക്ട് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഷുഡ് കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി വുമൺ മെമ്പേഴ്സ്? എത്ര സ്ത്രീകൾ ഉണ്ടായിരിക്കണം? 1/3, 1/2, അറ്റ്ലീസ്റ്റ് 1/2 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ്, അറ്റ്ലീസ്റ്റ് 1/4. ലൈംഗിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമത്തിന് കീഴിൽ രൂപീകരിച്ച ആന്തരിക പരാതി സമിതിയിൽ സ്ത്രീകളായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മൊത്തം അംഗങ്ങളിൽ കുറഞ്ഞത് എത്ര ഡാഷ് ഉണ്ടായിരിക്കണം? 3/2, 1/2, 4/1, 5/1. Which of the following statements is correct about Posh Act? Presiding officer and members of internal complaints committee shall hold office for next. അപ്പോൾ അവരുടെ ഒരു ടെനറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും പ്രിസൈഡിങ് ഓഫീസറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അഗ്രീവ്ഡ് വുമണുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ ഒരു കംപ്ലൈന്റ് എത്ര നാൾക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് ആക്ട്സ് ആൻഡ് ഐഡന്റിഫൈ ദ ആക്ട്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമം ഏതൊക്കെയാണ് ഈ താഴെ തന്നിരിക്കുന്നതിൽ എന്നാണ് ചോദ്യം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് പോഷ് ആക്ട്. പോഷ് ആക്ട് പൊതുവേ പല സ്ഥാപനങ്ങളിലും, പൊതുവേ ഈ പറയുന്ന നമ്മുടെ IT ഫേംസിലൊക്കെ, പല മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ സ്ഥിരമായി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ആക്ടാണ് പോഷ് ആക്ട്. സ്ഥിരമായി ക്യാമ്പയിൻസും ട്രെയിനിങ് ഒക്കെ അവരുടെ എംപ്ലോയീസിന് ട്രെയിനിങ് നൽകുന്ന ഒരു ആക്ടാണ് പോഷ് ആക്ട്. അപ്പോൾ എല്ലായിടത്തും ഇത് ബാധകമാണോ? പ്രൈവറ്റ് സെക്ടറിൽ ഞാനിപ്പോൾ പറഞ്ഞു, പ്രൈവറ്റ് സെക്ടറിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ആക്ടാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ ഇതേ നിയമം ആപ്ലിക്കബിൾ ആണോ? അസംഘടിത മേഖലയിൽ ഇത് ആപ്ലിക്കബിൾ ആണോ? അപ്പോൾ ഇതിൻ്റെ മറ്റ് പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതൊക്കെയാണ്? അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. പോഷ് ആക്ട്. അപ്പോൾ
ജോലി സംബന്ധമായി അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ വെച്ചുള്ള സെക്ഷൽ ഹെറാസ്മെന്റ് തടയുക എന്നുള്ള ഉദ്ദേശത്തോടെ നിലവിൽ വന്ന നിയമമാണ് പോഷ് ആക്ട്. ഒരു വർക്ക് പ്ലേസിൽ സെക്ഷൽ ഹെറാസ്മെന്റ് തടയുക. അപ്പം ഈ തടയുക എന്നുള്ളതിൽ ഈ ഒരു ആക്ടിൽ തടയുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, അതിൻ്റെ ഒരു റിഡ്രസൽ, ഇങ്ങനെ ഒരു സെക്ഷൽ ഹെറാസ്മെന്റ് നടന്നാൽ അതിന് ശേഷം ഉള്ള റിഡ്രസൽ മെക്കാനിസം എങ്ങനെയാണ് എന്ന കാര്യം ഉൾപ്പെടെ പറയുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു നിയമമാണ് നമ്മുടെ പോഷ് ആക്ട് 2013. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി എയിം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്ന വർക്ക് പ്ലേസിലുള്ള സെക്ഷൽ ഹെറാസ്മെന്റ് ഇല്ലാണ്ടാക്കുക. An act to provide protection against sexual harassment of women at workplace and for the prevention and redressal of complaints. Prevention മാത്രമല്ല, കംപ്ലൈൻറ്റ് റിഡ്രസൽ മെക്കാനിസം ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതെങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ പറയുന്ന ഒരു നിയമമാണ് നമ്മുടെ ഈ പറയുന്ന പോഷ് ആക്ട്. Whereas sexual harassment results in violation of fundamental rights of women. നമുക്കറിയാം പല ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണ്. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. അല്ലേ, ഇതിൻ്റെയൊക്കെ വയലേഷൻ അല്ലേ? ഈ ഡിസ്ക്രിമിനേഷന്റെ പ്രൊഹിബിഷൻ ചെയ്യുന്നതിന്റെ വയലേഷൻ അല്ലേ? തുല്യനീതിയുടെ വയലേഷൻ അല്ലേ ഈ പറയുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ഈ പറയുന്ന ലൈംഗിക അതിക്രമങ്ങൾ? അതേപോലെ തന്നെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 21 അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിലനിൽക്കുന്ന അല്ലെങ്കിൽ എമർജൻസി സമയത്ത് പോലും ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത നിയമങ്ങളിലൊന്നായ ആർട്ടിക്കിൾസ് ആയ ആർട്ടിക്കിൾ 21 അതിലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അപ്പോൾ ഈ പേഴ്സണൽ ലിബർട്ടിക്ക് കോട്ടം തട്ടുന്ന ഒരു കാര്യമല്ലേ ഈ പറയുന്ന ജോലി സ്ഥലത്തുള്ള ഒരു സെക്ഷൽ ഹെറാസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാരണം സ്ത്രീകൾക്കുള്ള തുല്യ അവകാശങ്ങൾ, ഏതൊരു ജോലിയും ഇഷ്ടപ്പെടുന്ന ഏതൊരു ജോലിയും ചെയ്യാനുള്ള ആ ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു അവകാശത്തെ കൂടെയല്ലേ അത് ഹനിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേറെ സെക്ഷൽ ഹെറാസ്മെന്റ് റിസൾട്ട്സ് ഇൻ ദ വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് വുമൺ ടു ഇക്വാലിറ്റി അണ്ടർ ആർട്ടിക്കിൾസ് 14 and 15 of the Constitution of India and her right to life and live with dignity under Article 21. Article 21, right to life and personal liberty of the Constitution and right to practice any profession. അല്ലേ, 19 വരുന്നതാണ്, നമ്മുടെ ആർട്ടിക്കിൾ 19 വരുന്നതാണ്. To practice and profess any profession or to carry on any occupation, trade or business which includes a right to a safe environment free from sexual harassment. And whereas the protection against sexual harassment and the right to work with dignity are universally recognized under CEDAW. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് CEDAW. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൺ ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ. കൺവെൻഷൻ on the elimination of all forms of discrimination against women. ഐക്യരാഷ്ട്ര സംഘടനയുടെ UN ജനറൽ അസംബ്ലി പാസ്സാക്കിയ ഒരു ഇന്റർനാഷണൽ കൺവെൻഷനാണ്. സ്ത്രീകളുടെ, ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു കൺവെൻഷനാണ്. സ്ത്രീകളുടെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു കൺവെൻഷനാണ് CEDAW. കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി 1979 ഡിസംബർ 18 കൊണ്ടുവന്ന അല്ലെങ്കിൽ ഡിസംബർ 18 കൊണ്ടുവന്ന അല്ലെങ്കിൽ സൈൻ ചെയ്ത ഒരു ഇന്റർനാഷണൽ കൺവെൻഷനാണ്. പിന്നീട് 1981 സെപ്റ്റംബർ 3 ഇത് പ്രാബല്യത്തിൽ വന്നു. 1981 സെപ്റ്റംബർ 3 പ്രാബല്യത്തിൽ വന്നു. UNGA യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി കൊണ്ടുവന്ന ഒരു ഇന്റർനാഷണൽ കൺവെൻഷനാണ്. ഇന്ന് നിലവിൽ OHCHR യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കീഴിലാണ് ഈ CEDAW എന്ന് പറയുന്ന ട്രീറ്റി നിലവിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പല പ്രാവശ്യം പരീക്ഷയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് CEDAW എന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് പല പ്രാവശ്യം ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. വിച്ച് ഹാസ് ബീൻ റാറ്റിഫൈഡ് ഓൺ ഇന്ത്യ. അപ്പം നമ്മുടെ ഏകദേശം 189 രാജ്യങ്ങൾ 189 കൺട്രീസ് റാറ്റിഫൈ ചെയ്ത ഒരു കൺവെൻഷനാണ്. 189 രാജ്യങ്ങൾ റാറ്റിഫൈ ചെയ്ത അംഗീകരിച്ച ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ, ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ എന്നറിയപ്പെടുന്ന ഈ ഒരു കൺവെൻഷനാണ്. സ്ത്രീകൾക്കെതിരെയുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങൾ, ഡിസ്ക്രിമിനേഷൻ, വയലേഷൻസ്, ഇതിനെല്ലാം എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതെല്ലാം തടയാൻ വേണ്ടി കൊണ്ടുവന്ന ഇന്റർനാഷണൽ ട്രീറ്റിയാണ്. 1993 ജൂൺ 25 ജൂൺ 25 ഇന്ത്യ റാറ്റിഫൈ ചെയ്തു. നിലവിൽ 189 കൺട്രീസ് റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കൊണ്ടുവന്ന ദിവസം 1979 ഡിസംബർ 18. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡേറ്റ്സ്. അതേപോലെ തന്നെ ഈ പറയുന്നത് അംഗീകരിച്ച ദിവസം 1981 സെപ്റ്റംബർ 3. നിലവിൽ ഈ ഒരു ട്രീറ്റിയുടെ അതോറിറ്റി എന്ന് പറയുന്നത് OHCHR ആണ്. അപ്പോൾ ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു തുടക്കം, ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ whereas the protection against sexual harassment and the right to work with dignity are universally recognized human rights by international convention and instruments such as ഇപ്പോൾ സിഡ പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഈ പറയുന്ന സെക്ഷൽ ഹരാസ്മെൻറ്റിന് എതിരായി ഉള്ളതാണ്. whereas it is expedient to make provisions for giving effect to the said convention for protection of women against sexual harassment at workplace. അപ്പോൾ വീണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് വരുവാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ വർക്ക് പ്ലേസിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന സെക്ഷൽ ഹരാസ്മെൻറ്റിനെ നേരിടാൻ വേണ്ടി കൊണ്ടുവന്ന ആദ്യ നിയമമാണ് പോഷ് ആക്ട്. ദ ഫസ്റ്റ് ലെജിസ്ലേഷൻ, ഇന്ത്യസ് ഫസ്റ്റ് ലെജിസ്ലേഷൻ സ്പെസിഫിക്കലി അഡ്രസ്സിംഗ് ദ ഇഷ്യൂ ഓഫ് വർക്ക് പ്ലേസ് സെക്ഷൽ ഹരാസ്മെൻറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ഇപ്പം തോന്നാം, അപ്പോൾ പോഷ് ആക്ട് വരുന്നതിന് മുന്നേ ഇത് തടയാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് നിയമങ്ങളില്ലായിരുന്നു എന്ന്. ഉണ്ടായിരുന്നു, തീർച്ചയായും മറ്റ് നിയമങ്ങൾ ഉണ്ടായിരുന്നു. IPC അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള BNSന്റെ മുൻഗാമിയായ IPCയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന പോഷ് ആക്ട് വരുന്നത് വരെ IPCയിലുള്ള നിയമങ്ങളായിരുന്നു. അപ്പോൾ പോഷ് ആക്ടിന് ശേഷം ഈ ഒരു നിയമമാണ് വർക്ക് പ്ലേസിലുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റിനെ പ്രൊഹിബിറ്റ് ചെയ്യും അതിൻ്റെ ഒരു റിഡ്രസൽ മെക്കാനിസം കൊണ്ടുവന്നത്. സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013 അഥവാ പോഷ് ആക്ട്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ അധികാരി അല്ലെങ്കിൽ അധികാരമുള്ള മന്ത്രാലയം ഏതായിരിക്കും? സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളല്ലേ അല്ലേ? അപ്പോൾ ഏതായിരിക്കും? വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ ആ ഒരു മന്ത്രാലയമാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി. ആൻഡ് ദെൻ ദ ഗവൺമെൻറ് അതിനുശേഷം ഈ പറയുന്ന പോഷ് നിയമം 2013 വന്നതിന് ശേഷം, നിലവിൽ വന്നതിന് ശേഷം ഈ ഒരു നിയമത്തിൻ്റെ ബേസിസിൽ പോഷ് റൂൾസും കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. പോഷ് റൂൾസ് 2013 എന്നുള്ള പേരിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. The government also subsequently notified the rules under the POSH Act titled the Sexual Harassment of Women at Workplace Prevention, Prohibition and Redressal Rules. ഇതിൻ്റെ ബേസിസിൽ റൂൾസും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. ഇനി ഈ 2013 എന്ന് പറയുന്ന ഒരു വർഷത്തിന് മറ്റു പല പ്രത്യേകതകളുണ്ട്. 2013 നമ്മുടെ ക്രിമിനൽ ലോ ഭേദഗതി നിലവിൽ വരുന്നത്. ക്രിമിനൽ ലോ ഭേദഗതി അതേപോലെ തന്നെ which has criminalized offenses such as sexual harassment, stalking, voyeurism. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം, വോയറിസം മീൻസ് ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ ഒരു വ്യക്തി. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഈ ഒരു കേസിൽ പറയുവാണെങ്കിൽ സ്ത്രീയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഇവിടുത്തെ കേസിൽ. അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ഒരു സ്ത്രീ ചെയ്യുന്ന ഒരു കാര്യം സീക്രട്ട് ആയിട്ട് നിരീക്ഷിക്കുകയോ അത് റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്തെടുക്കുകയോ ഇതിനെയൊക്കെയാണ് വോയറിസം എന്ന് പറയുന്നത്. പ്രൈവറ്റ് ആയിട്ട് ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കാര്യം അത് കാണുകയോ അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുകയോ ഇതിനെയൊക്കെയാണ് വോയറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൽ ഹരാസ്മെന്റ്, സ്റ്റോക്കിംഗ്, വോയറിസം ഇതെല്ലാം ക്രിമിനൽ ഒഫൻസ് ആക്കിയ ക്രിമിനൽ ലോ ഭേദഗതിയും വന്നത് 2013 ഇതേ വർഷം തന്നെയാണ് നമ്മുടെ പോഷ് ആക്ട് നിലവിൽ വരുന്നത്. The POSH Act has been enacted with the objective of preventing
and protecting women against workplace sexual harassment and to ensure effective redressal of complaints of sexual harassment. അപ്പോൾ while the statute aims at providing every woman, ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകതയാണ് irrespective of age or employment status. Irrespective of age or employment status, വീട്ടു ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും ആ ഒരു സ്ത്രീക്കെതിരെയുള്ള ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ആണെങ്കിലും ഇതേ പോഷ് നിയമപ്രകാരം ആ ഒരു ചെയ്ത വ്യക്തിയും കുറ്റക്കാരനാണ്. അപ്പോൾ എന്താണ്, പ്രായ പരിധിയില്ലാതെ അല്ലെങ്കിൽ പ്രായം ഒരു ക്രൈറ്റീരിയ ആവാതെ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് ഒരു ക്രൈറ്റീരിയ ആവാത്ത ഒരു നിയമമാണ് നമ്മുടെ പോഷ് ആക്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ഹർ ഏജ് ഓർ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റിൻ്റെ അകത്ത്, ഈ ഒരൊറ്റ സെന്റൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഹർ ഏജ് ഓർ ഏജിന്റെ കാര്യം വന്നിട്ടുണ്ട്. എ സേഫ്, സെക്യൂർ ആൻഡ് ഡിഗ്നിഫൈഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ഫ്രീ ഫ്രം ഓൾ ഫോംസ് ഓഫ് harassment, proper implementation of the provisions of the statute remains a challenge. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നും നിലവിൽ പോഷ് ആക്ട് ഇന്നും നിലവിലുണ്ട്. നമ്മൾ ഈ പറയുന്ന പല ഫേംസ്, പല MNCസിലാണെങ്കിലും പല സ്ഥാപനങ്ങളിലാണെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും ഇന്ന് ധാരാളമായി പോഷ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നും ഇതൊരു വലിയൊരു ചലഞ്ച് തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഇന്നും ഈ പറയുന്ന പോഷിൻ്റെ ട്രെയിനിങ്സും കൊടുക്കുന്നില്ല. പല സ്ഥലങ്ങളും ചെയ്യുന്ന നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്, പക്ഷെ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കറക്റ്റായിട്ടുള്ള പല കാര്യങ്ങളും എംപ്ലോയർ ചെയ്ത് നൽകണം. ഇപ്പോൾ ഇൻറ്റേർണൽ കമ്മിറ്റി പോലെയുള്ള പല കമ്മിറ്റികൾ, കുറേ കാര്യങ്ങളൊക്കെ എംപ്ലോയറിന് ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട് ഈ ഒരു ആക്ടിൽ. അപ്പോൾ അതൊന്നും പലപ്പോഴും എംപ്ലോയർ ചെയ്യാറില്ല. ഇപ്പോൾ ലെജിസ്ലേറ്റീവ് ജേർണി, ലോക്സഭ പാസ്സാക്കിയ ദിവസം 2012 സെപ്റ്റംബർ 3 2012 സെപ്റ്റംബർ 3. ഈ സെപ്റ്റംബർ 3 എന്ന് പറയുന്ന ആ ഒരു തീയതി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ സെപ്റ്റംബർ 3, ഇതിന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞത് എവിടെയാണ്? സെപ്റ്റംബർ 3 ഈ ദിവസമാണ് നമ്മുടെ CEDAW കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ, ആ ഒരു കൺവെൻഷൻ നിലവിൽ വരുന്നത് 1981 സെപ്റ്റംബർ 3. ഇപ്പോൾ 2012 സെപ്റ്റംബർ 3 ലോക്സഭ പോസ്റ്റ് ആക്ട് പാസ്സാക്കുന്നത്. രാജ്യസഭ പാസ്സാക്കുന്നത് 2013 ഫെബ്രുവരി 26. സെപ്റ്റംബർ 3 ലോക്സഭ, ഫെബ്രുവരി 26 രാജ്യസഭ. ഇനി ഇന്ത്യൻ പ്രസിഡന്റ്, അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജിയാണ്. അപ്പോൾ അദ്ദേഹം ഏപ്രിൽ 22 2013 ഏപ്രിൽ 22 അദ്ദേഹം അസെന്റ് നൽകുന്നത്. അതേ വർഷം ഡിസംബർ 9 ഈ ഒരു നിയമം, അതായത് പോഷ് നിയമം പ്രാബല്യത്തിൽ വരുന്നു അല്ലെങ്കിൽ നിലവിൽ വരുന്നു ഇന്ത്യയിൽ. 2012 സെപ്റ്റംബർ 3 ലോക്സഭ, 2013 ഫെബ്രുവരി 26 രാജ്യസഭ, ഏപ്രിൽ 22 പ്രസിഡന്റ് അസെന്റ് കിട്ടുന്നു, ഡിസംബർ 9 നിലവിൽ വരുന്നു. ഇനി എവല്യൂഷൻ ഓഫ് പോഷ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു എവല്യൂഷൻ ഒരു ജഡ്ജ്മെന്റിന്റെ ഭാഗമാണ്. വിശാഖ കേസ് എന്ന് പറയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കേസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നിയമമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി പത്രമായി വന്ന ഒരു നിയമമാണ് നമ്മുടെ ഈ ഒരു പോഷ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കേസിൻ്റെ കാര്യങ്ങളും നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ അഥവാ വിശാഖ ജഡ്ജ്മെന്റ് എന്നറിയപ്പെടുന്ന കേസ്, വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ അഥവാ വിശാഖ ജഡ്ജ്മെന്റ് എന്നറിയപ്പെടുന്ന ഒരു കേസ്, വളരെ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു കേസാണ് പിന്നീട് പോഷ് ആക്ടിലേക്ക് നയിച്ചത്. അപ്പൊ ഈ ഒരു ജഡ്ജ്മെന്റ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം വരുന്ന സ്ലൈഡുകളിൽ. വർക്ക് പ്ലേസ് സെക്ഷൽ ഹരാസ്മെന്റ് ഇൻ ഇന്ത്യ വാസ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം റെക്കഗ്നൈസ്ഡ് ബൈ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇൻ ഇറ്റ്സ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഓഫ് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ സുപ്രീം കോടതി ആദ്യമായിട്ട് വർക്ക് പ്ലേസിലുള്ള സെക്ഷൽ ഹരാസ്മെന്റിനെ അഡ്രസ് ചെയ്ത ആദ്യത്തെ ജഡ്ജ്മെന്റ് ആണ് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ അഥവാ വിശാഖ ജഡ്ജ്മെന്റ്, wherein the Supreme Court framed certain guidelines. ഈ ഒരു കേസോടെ ഈ ഒരു ജഡ്ജ്മെന്റിൽ എങ്ങനെയായിരിക്കണം കേന്ദ്ര സർക്കാർ സ്ത്രീകളുടെ വർക്ക് പ്ലേസിൽ നേരിടുന്ന സെക്ഷൽ ഹരാസ്മെന്റ് തടയാൻ വേണ്ടിയും അതിൻ്റെ റിഡ്രസലിന് വേണ്ടിയും ഒരു നിയമം നിർമ്മിക്കണം. ആ നിയമം നിർമ്മിക്കണ വരെ, ആ ഒരു സമയം വരെ ഇതിന് പ്രോപ്പറായിട്ട് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഭാവിയിൽ സർക്കാർ ഈ ഒരു നിയമം നിർമ്മിക്കുന്ന സമയത്ത് ഈ ഒരു ഗൈഡ് ലൈൻസിൻ്റെ
പ്രൊവിഷൻസ് ആ ഒരു നിയമത്തിൽ ഉണ്ടായിരിക്കണം എന്നും കോടതി വിധിച്ചു. ഈ ഗൈഡ് ലൈൻസിനെയാണ് വിശാഖ ഗൈഡ് ലൈൻസ്. വിശാഖ കേസാണല്ലോ, വിശാഖ ജഡ്ജ്മെന്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായി വരുന്ന ഗൈഡ് ലൈൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഗൈഡ് ലൈൻസിന് വിശാഖ ഗൈഡ് ലൈൻസ് എന്നാണ് പേര് നൽകിയത്. Wherein the Supreme Court framed certain guidelines and issued directions to the Union of India to enact an appropriate law for combating workplace sexual harassment. Nothing less of an irony, Posh Act and the Posh rules was enacted. 16 വർഷത്തിന് ശേഷമാണ് വിശാഖ ജഡ്ജ്മെന്റും വന്ന്, അല്ലെങ്കിൽ വിശാഖ ഗൈഡ് ലൈൻസിന് ശേഷം 16 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് നമ്മുടെ ഈ പറയുന്ന പോഷ് ആക്ട് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അത്രത്തോളം ഡിലേ ഉള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ, അല്ലേ? 16 വർഷം വേണ്ടി വന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമം വരാൻ വേണ്ടി. അപ്പോൾ വിശാഖ, അപ്പോൾ in the absence of specific law in India, the Supreme Court in Vishaga judgment laid down certain guidelines, making it mandatory for every employer to provide a mechanism to redress grievances pertaining to workplace sexual harassment. അപ്പോൾ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് വരെ, അല്ലെങ്കിൽ ഈ നിയമം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതൊരു എംപ്ലോയറും, ഇന്ത്യക്കകത്ത് ജോലി നൽകുന്ന ഏതൊരു എംപ്ലോയറും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, റിഡ്രസൽ മെക്കാനിസം, അതേപോലെ തന്നെ ഇന്റേണൽ കമ്മിറ്റി പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ, കുറേയധികം കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു എംപ്ലോയർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് ആയിരുന്നു നമ്മുടെ വിശാഖ ഗൈഡ് ലൈൻസ്. ഗ്രീവൻസസ് പെർട്ടൈനിങ് ടു വർക്ക് പ്ലേസ് സെക്ഷൽ ഹരാസ്മെന്റ്, വിശാഖ ഗൈഡ് ലൈൻസ് which were being followed by employees until the enactment of പോഷ് ആക്ട്. ഈ പോഷ് ആക്ട് നിലവിൽ വരുന്ന വരെയും ആ ഒരു അത്രയും കാലം, 16 വർഷത്തോളം കാലം ഈ വിശാഖ ഗൈഡ് ലൈൻ, സുപ്രീം കോടതിയുടെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആയ വിശാഖ ജഡ്ജ്മെന്റിന്റെ വിശാഖ ഗൈഡ് ലൈൻസിന്റെ ബേസിസിലായിരുന്നു എംപ്ലോയേഴ്സ് അവരുടെ വർക്ക് സ്പേസിലുള്ള, അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷനിലുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു ഓഫീസുകളിൽ, അല്ലെങ്കിൽ അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ ഉള്ള സെക്ഷൽ ഹരാസ്മെന്റിനെ പ്രിവെന്റ് ചെയ്യുകയും അത് റിഡ്രസൽ മെക്കാനിസം, അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള റിഡ്രസൽ മെക്കാനിസംസ് അവർ കൈക്കൊണ്ടിരുന്നത്. ഇനി എന്താണ് ആ ഒരു കേസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. 1992 ഭൻവാരി ദേവി എന്ന് പറയുന്ന ഒരു ലേഡി, രാജസ്ഥാനിയാണ്. അപ്പോൾ ഈ ഒരു ലേഡി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ രാജസ്ഥാനിലുള്ള സാത്തിനായിരുന്നു. സാത്തിൻ എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ അർത്ഥം ഫ്രണ്ട് എന്നാണ്. നമ്മുടെ ഇവിടുത്തെ ആശാ വർക്കർമാരില്ലേ, നമ്മുടെ ഇവിടുത്തെ ആശാ വർക്കർമാർ പോലെ തന്നെ വിമൻ ഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള വർക്കേഴ്സ് ആയിരുന്നു. സോഷ്യൽ വെൽഫെയർ വുമൻസിന്റെ ഈ പറയുന്ന ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഈ പറയുന്ന ആശാ വർക്കർമാർ പോലെയുള്ള വർക്കേഴ്സ് ആയിരുന്നു സാത്തിൻ. ഫ്രണ്ട് എന്നാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. അങ്ങനെ രാജസ്ഥാനിലുള്ള സാത്തിൻ കുറേ പേരുണ്ട്, അതിൽ ഒരാളായിരുന്നു നമ്മുടെ ഭൻവാരി ദേവി. അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ധാരാളം കാര്യങ്ങൾ ഈ ഭൻവാരി ദേവി ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഈ പറയുന്ന ആ ഒരു സ്ഥലത്ത് ധാരാളമായി ചൈൽഡ് മാരേജ് ഉണ്ടായിരുന്നു, ശിശു വിവാഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് തടയാൻ വേണ്ടിയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഭൻവാരി ദേവി ചെയ്യുമായിരുന്നു. പലപ്പോഴും ഭൻവാരി ദേവി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് പോലീസിനെയും അവിടുത്തെ കളക്ടറിനെയൊക്കെ അറിയിച്ച് അവർ വന്ന് പലപ്പോഴും ഈ കല്യാണങ്ങളൊക്കെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെ പല കാര്യങ്ങൾ, പല നല്ല കാര്യങ്ങൾ നമ്മുടെ ഈ ഭൻവാരി ദേവി ആ ഒരു നാട്ടിൽ ചെയ്തു. പക്ഷെ ഇതൊന്നും അന്നുണ്ടായിരുന്ന ഒരു സമൂഹത്തിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അന്നുണ്ടായിരുന്ന ഓർത്തഡോക്സ് ചിന്താഗതിക്കാരായ ആൾക്കാർക്ക് അതൊന്നും താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് അവിടെ ഒരു ചൈൽഡ് മാരേജ് നടന്നു. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ പ്രായമൊക്കെ കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും, ചിലപ്പോൾ ഒരു എക്സാഗ്രേഷൻ പോലെയൊക്കെ തോന്നും. 9 മാസം പ്രായം, 9 വയസ്സല്ല, 9 മാസം പ്രായമുള്ള ഒരു കുട്ടി. ആ ഒരു കുട്ടിയുടെ മാരേജ് ഉറപ്പിച്ചു. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന മാരേജ് ആയിട്ടായിരിക്കത്തില്ല, അവർ ആ കുട്ടി ജനിച്ചു കഴിയുമ്പം വാക്കുറപ്പിക്കുന്ന അങ്ങനെ എന്തോ ഒരു സംഭവമായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കേസിൻ്റെ ഈ കാര്യങ്ങൾ മനസ്സിലാവും. 9 മാസം വയസ്സല്ല, 9 months മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു. ആ നാട്ടിൽ ഉള്ള ഒരു ആള് ഉറപ്പിച്ചു. ഈ പറയുന്ന വ്യക്തി, അപ്പോൾ ഈ പറയുന്ന ഇവരുടെ ഒരു കുടുംബക്കാരും തന്നെയാണ്. ഈ ഭൻവാരി ദേവി എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് അങ്ങനെ എന്തോ ആണ്, അവരുടെ ഫാമിലി ആയിട്ട് ബന്ധമുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ
ഈ പറയുന്ന അവർക്കൊരു വിശേഷമായിട്ടുള്ളൊരു ദിവസമുണ്ട്, ചൈൽഡ് മാരേജിന് പ്രസിദ്ധമായ ഒരു ദിവസമുണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്, ആ കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസമുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം ഈ പറയുന്ന കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഭൻവാരി ദേവിയൊക്കെ എതിർത്തു. അന്നത്തെ അവിടുത്തെ SSPനെയും നമ്മുടെ SP-നെയും അതേപോലെ തന്നെ SDM-നെയും നമ്മുടെ സബ് കളക്ടറിനെയൊക്കെ അറിയിച്ചു. അപ്പോൾ അവരൊക്കെ വന്ന് ആ ഒരു കല്യാണം നടത്തിയില്ല, അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം വീണ്ടും ഈ ഒരു സംഭവം അരങ്ങേറി. അപ്പം അന്ന് അങ്ങനെ ഈ ഒരു സംഭവം അരങ്ങേറി. അന്ന് അടുത്ത ദിവസം അതിനുശേഷം അത് ഈ ആൾക്കാർക്ക്, അവിടെയുള്ള പല ആൾക്കാർക്കും ഈ ഭൻവാരി ദേവിയോട് ഒരു എതിർപ്പുണ്ടായി. അങ്ങനെ ഈ ഒരു വ്യക്തി, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കല്യാണം ഇവരുടെ തന്നെ കുടുംബത്തിൽ നടന്നൊരു സംഭവമാണ്. അപ്പം അതിൻ്റെ പേരിൽ ഇവരെ ബ്രൂട്ടലി ടോർച്ചർ ചെയ്ത് ഇവരെ ഗ്യാങ് റേപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്നും ഭൻവാരി ദേവി എന്ന് പറയുന്ന ഒരു ലേഡി ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത പിന്നീട് പല കോടതികൾ പോലും പലപ്പോഴും ഇവരുടെ എവിഡൻസ് കളക്ട് ചെയ്തില്ല, കറക്റ്റ് സമയത്ത് എവിഡൻസ് കളക്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ഇവർക്കെതിരെയായിട്ടുള്ളൊരു ഉത്തരവൊക്കെ ആദ്യം കോടതിയിൽ നിന്ന് വരുന്നു. അങ്ങനെ പല ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള സകല മാധ്യമങ്ങളും എല്ലാം ഇടപെട്ട് പിന്നീട് ഇത് രാജ്യം ചർച്ച ചെയ്ത ഒരു കേസായി മാറുകയാണ്. അങ്ങനെയാണ് വിശാഖ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു ഗൈഡ് ലൈൻസ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. അപ്പം നമുക്കത് നോക്കാം. 1992, Bhanwari Devi, a Dalit woman employed with the Rural Development Program of Government of Rajasthan. രാജസ്ഥാൻ സർക്കാരിൻ്റെ കീഴിലുള്ള വുമൺ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. സാത്തിൻ എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഇവിടുത്തെ ആശാ വർക്കർമാർ പോലെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സാത്തിൻ. രാജസ്ഥാനിലുണ്ടായിരുന്നു. വാസ് ബ്രൂട്ടലി ഗാങ് റേപ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഹർ എഫേർട്സ് ടു കർബ് the then prevalent practice of child marriage. This incident revealed the hazards that working women were exposed to on a day-to-day basis and highlighted the urgency of safeguards for the implement of this regard. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചൈൽഡ് മാരേജ് പോലുള്ള ഒരു സംഭവം ഇത്രത്തോളം തടയാൻ ശ്രമിച്ച ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു ക്രൂരതയാണിത്. അപ്പോൾ സർക്കാരിനും പിന്നീട് സർക്കാരിനും മാധ്യമങ്ങൾക്കും മറ്റ് ഇന്ത്യയിലുള്ള ജനങ്ങൾക്കും അതേപോലെ തന്നെ പിന്നീട് സുപ്രീം കോടതിക്കും എല്ലാം മനസ്സിലായി എത്രത്തോളം വർക്ക് പ്ലേസിൽ എത്രത്തോളം സുരക്ഷ സ്ത്രീകൾക്ക് വേണമെന്നുള്ള കാര്യം. were exposed to on a day-to-day basis and highlighted the urgency for safeguards to be implemented in this regard. Championing the cause of working women in the country, women's rights activists and lawyers filed a public interest litigation. ശരിക്കും ആദ്യം ഇവർക്കെതിരെയുള്ള അല്ലെങ്കിൽ ഈ കംപ്ലൈൻറ്റ് വന്ന സമയത്ത് പോലീസൊക്കെ വളരെ താമസിച്ചാണ് എവിഡൻസ് കളക്ട് ചെയ്തത്. പലപ്പോഴും എവിഡൻസുകൾ അത് കാരണം നഷ്ടപ്പെട്ടു പോയി. ഈ സ്വാബ് പോലുള്ള കാര്യങ്ങൾ 48 hours എടുക്കണം. പക്ഷെ അത് കഴിഞ്ഞാണ് ഉത്തരവിട്ടത്. ഈവൻ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് മജിസ്ട്രേറ്റിൻ്റെ വർക്കിംഗ് ടൈം കഴിഞ്ഞു, അത് കാരണം എനിക്കിനി ഓർഡർ ഇടാൻ സാധിക്കത്തില്ല എന്നായിരുന്നു മജിസ്ട്രേറ്റ്. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു അന്ന്. അപ്പോൾ അതെല്ലാം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിയ പല ജനവിഭാഗങ്ങൾ, കുറേ ആൾക്കാർ, ഈ വിശാഖ എന്ന് പറയുന്ന അതൊരു വ്യക്തിയല്ല, ഒരു ഓർഗനൈസേഷൻ്റെ പേരാണ് കേട്ടോ. വിശാഖ എന്ന് പറയുന്ന ഒരു വുമൻസ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ആ ഒരു വുമൻസ് ഓർഗനൈസേഷൻ്റെ ബാനറിൽ പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. പൊതു താല്പര്യ ഹർജി. അപ്പോൾ ഈ എവിഡൻസ് ഒന്നും കിട്ടാത്ത കാരണം ഭൻവാരി ദേവിക്ക് എതിരായിട്ടുള്ള വിധിയായിരുന്നു ആദ്യം കോടതിയിൽ വന്നത്. അപ്പോൾ അതിനെതിരെയായിട്ടുള്ള ഒരു പൊതു താല്പര്യ ഹർജിയായിരുന്നു സുപ്രീം കോടതിയിൽ വിശാഖ എന്നുള്ള ഓർഗനൈസേഷൻ്റെ ബാനറിൽ ഫയൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഈ വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്നുള്ളൊരു പേരിൽ ആ ഒരു കേസ് വരുന്നത്. ദ സുപ്രീം കോർട്ട് ആദ്യമായി അക്നോളജ് ഗ്ലെയറിംഗ് ലെജിസ്ലേറ്റീവ് ഇൻഅഡിക്വസി ആൻഡ് അക്നോളജ് വർക്ക് പ്ലേസ് സെക്ഷൽ ഹരാസ്മെന്റ് ആസ് എ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. വർക്ക് പ്ലേസിലുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റ് ഒരു മനുഷ്യാവകാശ ലംഘനമായി സുപ്രീം കോടതി ആദ്യമായിട്ട് ചൂണ്ടിക്കാട്ടുകയും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഉള്ള നിയമസംഹിതകളുടെ കുറവും ഈ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യാനുള്ള നിയമവ്യവസ്ഥയുടെ പോരായ്മയും ചൂണ്ടിക്കാണിച്ചു. In framing the Vishaga guidelines, the Supreme Court placed reliance on the convention on, ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ സിഡാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺവെൻഷനാണ് സിഡാവ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ലൈവ് സെഷനിലും യൂട്യൂബിലുണ്ടായിരുന്ന ഒരു ലൈവ് സെഷനിലും സിഡാവിനെ പറ്റി ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് ഇപ്രാവശ്യത്തെ 2026 ഡിഗ്രി ലെവൽ പ്രിലിംസിനും ചോദിച്ചിട്ടുണ്ട്. അല്ല എങ്കിൽ
നമ്മുടെ റീസെൻറ്റ് ഡിഗ്രി പ്രിലിംസിനും ഒക്കെ ഈ സിഡോ ചോദിച്ചിട്ടുണ്ട്. കുറേ എക്സാംസിന് സിഡോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സിഡോ. ഇപ്പോൾ കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ, അതായത് ഈ സിഡോയിൻ്റെ ബേസിസിലായിരുന്നു നമ്മുടെ, അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തായിരുന്നു നമ്മുടെ സുപ്രീം കോടതി വിശാഖ ഗൈഡ് ലൈൻസ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്തതാണ്. നമ്മൾ പറഞ്ഞായിരുന്നു 1979, നമ്മൾ ഡേറ്റ് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞായിരുന്നു December 18 ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഇന്ത്യ ഹാസ് ബോത്ത് സൈൻഡ് ആൻഡ് റാറ്റിഫൈഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു നിയമം, അതായത് ഇങ്ങനെയുള്ള ഒരു നിയമം, ഇത് ഈ പറയുന്ന സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് റിഡ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു നിയമം നിലവിൽ വരുന്നത് വരെ ഈ വിശാഖ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ, ഇമ്പോർട്ടൻ്റ് ആണ്, ഗവൺമെന്റ് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഈ ഒരു ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു ആക്ടിന്റെ ബേസിക് ഫാക്ട്സ് നോക്കുവാണെങ്കിൽ മൊത്തം 8 ചാപ്റ്ററും 30 സെക്ഷൻസും ആണ് ഉള്ളത്. 8 ചാപ്റ്ററും 30, കുറച്ച് വലിയതാണ്. അതുകൊണ്ട് തന്നെ 8 ചാപ്റ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ചുകൂടെ വലിയ ഒരു ആക്ടാണ്. 8 ചാപ്റ്ററും 30 സെക്ഷനും ഉണ്ട്. ജെൻഡർ ന്യൂട്രൽ അല്ല. ഇവിടെ സ്ത്രീകൾക്കെതിരെയുള്ള കാര്യങ്ങൾ മാത്രമല്ലേ പറയുന്നത്, സ്ത്രീകൾക്കെതിരെയുള്ള വർക്ക് പ്ലേസിലുള്ള സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ടോ? ഇല്ല, ജെൻഡർ ന്യൂട്രൽ അല്ല. പോക്സോ ഇതൊക്കെയാണെങ്കിൽ ജെൻഡർ ന്യൂട്രൽ ആണ്. ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി ഇല്ല. ഏജ് ഒരു ക്രൈറ്റീരിയ അല്ല. 18 വയസ്സിന് മുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏജ് ക്രൈറ്റീരിയ അല്ല. അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് ഒരു ക്രൈറ്റീരിയ അല്ല. ഇനി ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡ് സെക്ടറും, സംഘടിത മേഖലയും അസംഘടിത മേഖലയ്ക്കും ബാധകമാണ് ഈ ഒരു നിയമം. അസംഘടിത മേഖലയ്ക്കും ബാധകമാണ്, ഓർത്ത് വെച്ചോളുക. പ്രോപ്പർ ആയിട്ടുള്ള ഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ മാത്രമല്ല, അൺഓർഗനൈസ്ഡ് സെക്ടറിലും ഗവൺമെന്റിലും പ്രൈവറ്റിലും എല്ലാം ബാധകമാണ്. സെക്ഷൽ ഹരാസ്മെന്റ് വയലേറ്റ്സ് ആർട്ടിക്കിൾ 14, 15, 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ, ഞാൻ ഷോർട്ട് ഫോമിൽ എഴുതുവാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഇതിൽ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ഭാഗം ബ്രിട്ടനിൽ നിന്നും ഇത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തതാണ്. അപ്പോൾ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ്. 21-20 ആണ് എമർജൻസി സമയത്ത് പോലും റദ്ദ് ചെയ്യപ്പെടാത്ത ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ ആർട്ടിക്കിൾസ് അല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ ഓക്കെ, സെക്ഷൽ ഹരാസ്മെന്റ് ഈ പറയുന്ന പല പ്രൊവിഷൻസും വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ആക്ടിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ചാപ്റ്റർ 1, 8 ചാപ്റ്റർ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അതിൽ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? പ്രിലിമിനറി, പ്രാരംഭികം. അപ്പൊ അതിലെ ആദ്യത്തെ സെക്ഷനിൽ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതിന്റെ നിയമം, അല്ലെങ്കിൽ ഇതിന്റെ പേര്, ഈ നിയമത്തിന്റെ പേര്. This act may be called the Sexual Harassment of Women at Workplace. Sexual Harassment of Women at Workplace Prevention, Prohibition and Redressal Act 2013. ഇന്ത്യ മുഴുവൻ വാലിഡ് ആണ്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഏത് തീയതി മുതലാണോ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ താല്പര്യമുള്ളത്, ആ ദിവസം മുതൽ ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാവുന്നതാണ്. ഇനി ഡെഫിനേഷൻ, സെക്ഷൻ 2 ഡെഫിനേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ അഗ്രീവ്ഡ് വുമണിനെ പറ്റിയാണ്. അഗ്രീവ്ഡ് വുമൺ എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറയുവാണെങ്കിൽ വിക്ടിം, ഇരയാക്കപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ ഈ ഒരു ദുരനുഭവം നേരിടേണ്ടി വരുന്ന വ്യക്തി, അല്ലെങ്കിൽ നേരിട്ട വ്യക്തി, അതിനെയാണ് അഗ്രീവ്ഡ്. പേഴ്സൺ അല്ല, വുമൺ ആണ്. ഇവിടെ സ്ത്രീകളെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഗ്രീവ്ഡ് വുമൺ എന്നാണ് പറയുന്നത്, അഗ്രീവ്ഡ് വുമൺ. അപ്പോൾ ഈ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് വർക്ക് പ്ലേസിൽ നേരിട്ട അല്ലെങ്കിൽ നേരിടേണ്ടി വന്ന ആ സ്ത്രീനെയാണ് നമ്മൾ അഗ്രീവ്ഡ് വുമൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനേഷൻ നമ്മുടെ ആക്ടിലുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ റിലേഷൻ ടു എ വർക്ക് പ്ലേസ്, എ വുമൺ ഓഫ്
എനി ഏജ്, ആ ഒരു കാര്യം വീണ്ടും ഓർത്തോളുക. 18 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയുടെ കാര്യം മാത്രമല്ല കേട്ടോ, അങ്ങനെ ഒരു കാര്യം കൂടെ ഓർക്കുക. പറയുന്ന നമ്മുടെ വർക്ക് പ്ലേസിൽ ഉള്ള സെക്ഷൽ ഹരാസ്മെന്റ് ആണ് പോഷ് ആക്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുടെ ആണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒരു കാര്യം നമ്മുടെ നിയമത്തിൽ പറയുന്നില്ല. ഓഫ് എനി ഏജ് വെദർ എംപ്ലോയിഡ് ഓർ നോട്ട് who alleged to have been subjected, who whether employed or not, ആ ഒരു പോയിന്റും കൂടെ ഓർത്തോളൂ. whether employed or not who alleged to have been subjected to any act of sexual harassment by the respondent. respondent എന്ന് പറഞ്ഞാൽ ആരാണോ ഈ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് പറയപ്പെടുന്നത് ആ ഒരു വ്യക്തിനെയാണ് റെസ്പോണ്ടന്റ്. അക്യൂസ്ഡ് എന്ന് പകരം പറയുന്ന ഒരു വേർഡാണ് റെസ്പോണ്ടന്റ്. ആരാണോ കുറ്റം ചെയ്തു എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു കുറ്റം ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ ഒരു വ്യക്തിനെയാണ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി ഇൻ റിലേഷൻ ടു എ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഹൗസ്, അതായത് ഈ താമസ സ്ഥലമാണ് എങ്കിൽ എ വുമൺ ഓഫ് എനി ഏജ് ഹു ഈസ് എംപ്ലോയിഡ് ഇൻ സച്ച് ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഹൗസ്, അതായത് ഇപ്പോൾ വീട്ടുജോലിയൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ഇതേ കാര്യം അപ്പോൾ ഈ പറയുന്ന പോഷ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടി ഉള്ള ഒരു ഡെഫിനേഷനാണിത്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടുജോലിയിൽ അല്ലെങ്കിൽ താമസ സ്ഥലത്ത് താമസിക്കുന്ന ഒരു വനിതയ്ക്കാണെങ്കിലും ഇതേ കാര്യം ആപ്ലിക്കബിൾ ആണ്. ഇനി അടുത്തത് ഡൊമസ്റ്റിക് വർക്കർ. ഡൊമസ്റ്റിക് വർക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വീട്ടുജോലി ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പം ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ഡെഫിനേഷൻ നമ്മുടെ നിയമം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ശമ്പളത്തിന് വേണ്ടി, അതായത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ശമ്പളത്തിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ വേറെ ഏതെങ്കിലും ഒരു ഏജൻസി മുഖേനയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ ചെയ്യുന്ന ഒരു ഈ പറയുന്ന ഒരു വീട്ടുജോലി ചെയ്യുന്ന ഒരു വ്യക്തിനെ ഡൊമസ്റ്റിക് വർക്കർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. മീൻസ് എ വുമൺ ഹു ഈസ് എംപ്ലോയിഡ് ടു ഡു ദ ഹൗസ് ഹോൾഡ് വർക്ക് ഇൻ എനി ഹൗസ് ഹോൾഡ് for remuneration whether in cash or kind, either directly or through any agency on temporary, permanent, part-time or full-time basis, but does not include any member of the family of the employer. പക്ഷേ ഈ പറയുന്ന ആ ഒരു എംപ്ലോയറിൻ്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ആ ഒരു വ്യക്തിനെ ഡൊമസ്റ്റിക് വർക്കറായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് പുറത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ഡൊമസ്റ്റിക് വർക്കറായിട്ട് നമ്മുടെ നിയമം കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് എംപ്ലോയി. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം എന്തിനാ അങ്ങനെയൊക്കെ ഒരു ഡെഫിനേഷൻ? എംപ്ലോയി എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന വ്യക്തി, ജോലി ചെയ്യുന്ന വ്യക്തിനെയാണല്ലോ എംപ്ലോയി എന്ന് പറയുന്നത്. അപ്പോൾ അതിനും കുറച്ച് കാര്യങ്ങളെ നമ്മുടെ ആക്ട് അല്ലേ കുറേയധികം കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻസും വരരുത്. ഒരു എംപ്ലോയി മീൻസ് ടെമ്പററി അല്ല എങ്കിൽ പെർമനൻ്റ് അല്ലെങ്കിൽ അഡ്ഹോക്ക് ആയിട്ട്, ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഏജന്റ് മുഖാന്തരം അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ മുഖാന്തരം, അല്ല എങ്കിൽ മെയിൻ ആയിട്ടുള്ള എംപ്ലോയറിൻ്റെ അറിവോടെയോ അല്ലെങ്കിൽ അറിവില്ലാണ്ടെയോ, ഒന്നെങ്കിൽ റെമ്യൂണറേഷന് വേണ്ടി, അത് ക്യാഷ് ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റെമ്യൂണറേഷൻ ആവാം, അല്ല എങ്കിൽ വോളണ്ടറി ആയിട്ടുള്ള ഒരു സർവീസ് ചെയ്യുന്ന ആളാകാം. അതേപോലെ തന്നെ ഈ പറയുന്ന അഡ്ഹോക്ക് വർക്കർ, സബ് കോൺട്രാക്ട് വർക്കർ, ഇൻറ്റേൺ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊബേഷണർ, അപ്രന്റൈസ്, ഇതെല്ലാം ഈ പറയുന്ന എംപ്ലോയിയിൽ ഉൾപ്പെടുന്നതാണ്. അതായത് ഈ പറയുന്ന ഏത് രീതിയാണെങ്കിലും അതെല്ലാം എംപ്ലോയർ അല്ല എംപ്ലോയി ആയിട്ട് കണക്കാക്കാവുന്നതാണ്. മീൻസ് എ പേഴ്സൺ എംപ്ലോയിഡ് അറ്റ് എ വർക്ക് പ്ലേസ് ഫോർ എനി വർക്ക് ഓൺ റെഗുലർ, ടെമ്പററി, അഡ്ഹോക്ക് ഓർ ഡെയിലി വേജ് ബേസിസ്, either directly or through an agent including a contractor with. അപ്പോൾ അതായത് ഡയറക്റ്റോ ഈ പറയുന്ന പലതരത്തിലുള്ള ഇൻഡയറക്റ്റ് രീതികളിലൂടെയോ എങ്ങനെയാണെങ്കിലും ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന ഒരാളെയാണെങ്കിലും അയാളുടെ പേര് എന്താണെങ്കിലും അയാളുടെ പോസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് എന്താണ് എങ്കിലും അതെല്ലാം എംപ്ലോയി ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ആരാണ് എംപ്ലോയർ? ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റിയുടെ കീഴിലോ ഉള്ള ഒരു ഓഫീസ്, ഒരു ഓർഗനൈസേഷൻ, ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്, അപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓഫീസ്, ബ്രാഞ്ച്, ഇതിൻ്റെ എല്ലാം ഒരു ഹെഡ്,
അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യൂണിറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യൂണിറ്റ്സിൻ്റെ ഹെഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ നമുക്ക് എംപ്ലോയർ എന്ന് കണക്ക് കൂട്ടാം, അല്ലെങ്കിൽ എംപ്ലോയർ എന്ന് വിളിക്കാം. നമുക്ക് അതൊന്ന് വായിക്കാം, അപ്പം മനസ്സിലാവും. In relation to any department, organization, undertaking, establishment, enterprise, institution, office, branch or unit of the appropriate government or local authority. അപ്പോൾ അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു ലോക്കൽ അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അണ്ടർടേക്കിംഗ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എൻ്റർപ്രൈസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓഫീസ്, ബ്രാഞ്ച്, യൂണിറ്റോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡ്, എങ്ങനെ ദ ഹെഡ് ഓഫ് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ ഹെഡിനെ നമുക്ക് എന്താണെന്ന് വിളിക്കാം? എംപ്ലോയർ എന്ന് വിളിക്കാം. ഏറ്റവും ടോപ്പിലുള്ള മുതലാളി മാത്രമല്ല, ഇങ്ങനെ ഒരു യൂണിറ്റിൻ്റെ ഹെഡിനെയും നമുക്ക് എംപ്ലോയർ എന്ന് വിളിക്കാവുന്നതാണ്. Or such other officer as the appropriate government or the local authority may by an order specify in this behalf. In any workplace not covered under subclause 1, അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ആണ് സബ് ക്ലോസ് 1 എന്ന് പറയുന്ന, അതിൽ കവർ ചെയ്യാത്ത ഏതൊരു കാര്യവും, ഏതൊരു സ്ഥലവും, any person responsible for the management, supervision and control of the workplace. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഒന്നും ഉൾപ്പെടാത്ത ഒരു വ്യക്തിയും ഒരു സ്ഥാപനത്തിൻ്റെ സൂപ്പർവിഷനുള്ള അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ഉള്ള ഒരു വ്യക്തിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? എംപ്ലോയർ ആയിട്ട് കണക്കാക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ഇൻറ്റേർണൽ കമ്മിറ്റി. ഇൻറ്റേർണൽ കമ്മിറ്റിയെ പറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് വരുന്ന സ്ലൈഡ്സിൽ പഠിക്കാനുണ്ട്. ഇൻറ്റേർണൽ കമ്മിറ്റി മീൻസ് ആൻഡ് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി. ഇൻറ്റേർണൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി, ഇതെന്താണെന്ന്, ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാവേ. ഇനി ലോക്കൽ കമ്മിറ്റി, ഇത് തന്നെയാണ് ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റീനെയാണ് ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി മെമ്പർ, ഈ പറയുന്ന ഇൻറ്റേർണൽ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെ മെമ്പറിനെയാണ് മെമ്പർ എന്ന് പറയപ്പെടുന്നത്. അടുത്തത് പ്രിസൈഡിങ് ഓഫീസർ. നമ്മുടെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി അല്ലെങ്കിൽ ഇന്റേണൽ കമ്മിറ്റിയുടെ ഹെഡിനെയാണ് പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുന്നത്. റെസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തിനെയാണ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരുടെ പേരിലാണോ നമ്മുടെ അഗ്രീവ്ഡ് വുമൺ പരാതി നൽകിയത് ആ ഒരു വ്യക്തിനെയാണ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത്. മീൻസ് എ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം ദ അഗ്രീവ്ഡ് വുമൺ ഹാസ് മെയ്ഡ് എ കംപ്ലയിന്റ്. ഇനി എന്താണ് സെക്ഷൽ ഹരാസ്മെന്റ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സെക്ഷൽ ഹരാസ്മെന്റ്, വർക്ക് പ്ലേസിലുള്ള ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് അല്ലെങ്കിൽ അഡ്വാൻസസ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഫേവർ ഡിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ കമൻറ്റ്, സെക്ഷലി കളേർഡ് റിമാർക്ക്, ദാറ്റ് മീൻസ് സെക്ഷൽ കമൻ്റ് ആണ്, മേക്കിംഗ് സെക്ഷൽ കമൻറ്റ്, അതേപോലെ തന്നെ പോണോഗ്രഫി കാണിക്കുകയോ അല്ല എങ്കിൽ എനി അതർ അൺവെൽക്കം ഫിസിക്കൽ, വെർബൽ, നോൺ വെർബൽ കണ്ടക്ട് ഓഫ് സെക്ഷൽ നേച്ചർ, ഇതിനെല്ലാം നമുക്ക് വർക്ക് പ്ലേസിലുള്ള ഒരു സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ്? ഫിസിക്കൽ കോണ്ടാക്ട് ഓർ അഡ്വാൻസസ്, എ ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് ഫോർ സെക്ഷൽ ഫേവർ, making sexually colored remarks, showing pornography, any other unwelcome physical, verbal, non-verbal conduct of sexual nature. ഇതെല്ലാം സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി അപ്പോൾ എന്തൊക്കെയാണ് വർക്ക് പ്ലേസസ്? ജോലി സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ കുറച്ച് മുന്നേ പറഞ്ഞ ഒരു ഡെഫിനേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റിയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് കമ്പനിയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിനെയോ ഓർഗനൈസേഷനെയോ അണ്ടർടേക്കിങ്ങിനെയോ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയോ എൻ്റർപ്രൈസിനെയോ ഇൻസ്റ്റിറ്റ്യൂഷനെയോ ഓഫീസിനെയോ ബ്രാഞ്ചിനെയോ യൂണിറ്റിനെയോ എല്ലാം അത് എസ്റ്റാബ്ലിഷ് ചെയ്തോ അല്ലെങ്കിൽ ഓൺ അല്ലെങ്കിൽ കൺട്രോൾഡ് ഹോളി ഓർ പാർഷ്യലി ബൈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട്സ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതിനെല്ലാം നമുക്ക് വർക്ക് പ്ലേസ് ആയിട്ട് കൂട്ടാം. അപ്പോൾ ഇതിനെ മാത്രമാണോ കൂട്ടാൻ പറ്റുന്നത്? അല്ല. പ്രൈവറ്റ് സെക്ടർ ഇല്ലേ? പ്രൈവറ്റ് സെക്ടറിനെ എങ്ങനെയാണ് മറന്നുപോയോ? പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞത് ഗവൺമെൻറ് സെക്ടർ. ഇതെല്ലാം അതായത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന എന്തും, ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ലഭിക്കുന്നതോ ഗവൺമെൻറ്റിൻ്റെ എയ്ഡഡ് എല്ലാ തരത്തിലുള്ള സാധനവും ഗവൺമെൻറ് സെക്ടറിൻ്റെ അകത്ത് നിന്ന് വരുന്നു. ആൻഡ് ദെൻ കമ്മിങ് ടു പ്രൈവറ്റ് സെക്ടർ, ഇതേ കാര്യം തന്നെ
private sector organization or a private venture undertaking, enterprise, institution, establishment, society, trust, non-governmental organization, NGO ഉൾപ്പെടെ വരുന്നുണ്ട്, യൂണിറ്റ് ഓഫ് സർവീസ് പ്രൊവൈഡർ, carrying on commercial, professional, vocational, educational, entertainment, industry, health services or financial activities including production, supply, sale, distribution and service. ഇനി ഇതിന് പുറമെ യാതൊന്നും ഇല്ലല്ലോ. എല്ലാ തരത്തിലുള്ള സെക്ടേഴ്സും നമ്മൾ പറയുന്നില്ലേ, എല്ലാ സെക്ടേഴ്സും പറഞ്ഞു, എല്ലാ ഫാക്ടേഴ്സും നമ്മൾ പറയുകയും ചെയ്തു അല്ലേ. പറയുന്ന പ്രൊഡക്ഷനും സർവീസും സെയില് ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം എല്ലാം നമ്മൾ പറഞ്ഞില്ലേ. ഈ പ്രൈവറ്റ് സെക്ടർ, എല്ലാ തരത്തിലുള്ള പ്രൈവറ്റ് സെക്ടർ, പ്രൈവറ്റ് വർക്ക് സ്പേസും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോംസ്, അതേപോലെ തന്നെ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റേഡിയം, സ്പോർട്സ് കോംപ്ലക്സ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, റെസിഡൻഷ്യൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ, വെദർ റെസിഡൻഷ്യൽ ഓർ നോൺ യൂസ് ഫോർ ട്രെയിനിങ്, സ്പോർട്സ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ദെയർ ടു. അതേപോലെ തന്നെ എനി പ്ലേസ് വിസിറ്റഡ് ബൈ ദ എംപ്ലോയി അറൈസിങ് ഔട്ട് ഓഫ്, ഇപ്പോൾ ഒരു ജോലി ആവശ്യം കാരണം ഈ ഒരു എംപ്ലോയിക്ക് പോണ്ടി വന്ന ഏതെങ്കിലും ഒരു സ്ഥലം, ഈ ഒരു ജോലി ആവശ്യം കാരണം അല്ലെങ്കിൽ ജോലി ആവശ്യത്തിന് വേണ്ടി ഈ എംപ്ലോയി ചെന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് വന്നതെങ്കിലും അതും വർക്ക് പ്ലേസ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ, എംപ്ലോയർ ട്രാൻസ്പോർട്ടേഷൻ നൽകി ഫോർ അണ്ടർടേക്കിംഗ് സച്ച് ജേർണി, ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷനും എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തു എങ്കിൽ. ഇനി അതേപോലെ തന്നെ ഡ്വെല്ലിംഗ് പ്ലേസ് ഓർ എ ഹൗസ്, ഇപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യമായിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ അത് മാത്രം മതിയോ? ഈ പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വീട്ടുജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോഷ് ആക്ടിൻ്റെ പരിധിയിൽ വരും. അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടുജോലിക്കാരിയുടെ ജോലി സ്ഥലം എന്ന് പറയുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ലേഡി ജോലി ചെയ്യുന്ന വീടല്ലേ, അപ്പോൾ അതും വരണ്ടേ, അതും വർക്ക് പ്ലേസ് ആണ്. അതെ, അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെയാണ് എ ഡ്വെല്ലിംഗ് പ്ലേസ് ഓർ എ ഹൗസ് എന്ന് വരുന്നത് കേട്ടോ. ഡ്വെല്ലിംഗ് പ്ലേസ് ഓർ എ ഹൗസ്. ഇനി അടുത്തത് അൺഓർഗനൈസ്ഡ് സെക്ടർ, അസംഘടിത മേഖല. അസംഘടിത മേഖല, അപ്പോൾ അസംഘടിത മേഖല എന്ന് പൊതുവേ നമ്മൾ പറയുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് ഈ പറയുന്ന പെൻഷൻ ഇല്ലാത്തത് അല്ലെങ്കിൽ ആൾക്കാർ കുറവുള്ളത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സേഫ് ഗാർഡ്സ് ഇല്ലാത്തത്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവേ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ പോഷ് നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്താണെന്ന് ഒരു ഡെഫിനേഷൻ വരുന്നുണ്ട്. 10 പേരിൽ കുറഞ്ഞ് അല്ലെങ്കിൽ 10 പേരിൽ താഴെ ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിനെയാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പോഷ് ആക്ട് പറയുന്നത്. 10 പേരിൽ താഴെ അല്ലെങ്കിൽ 10 ജീവനക്കാരിൽ താഴെ ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തെയാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ പരിധിയിൽ പോഷ് ആക്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നമുക്ക് ആ വേർഡിങ്സ് ഒന്ന് നോക്കാം. In relation to a workplace means an enterprise owned by individuals or self-employed workers and engaged in the production or sale of goods. അതായത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, ഈ പറയുന്ന പ്രൊഡക്ഷനോ സർവീസോ സെയിൽസോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ സെക്ടേഴ്സിലുള്ള ആൾക്കാർ, ഏത് സെക്ടറോ ആയിക്കോട്ടെ, ഏത് ഫീൽഡിലുള്ള ഏത് കമ്പനിയോ ആയിക്കോട്ടെ, ദ നമ്പർ ഓഫ് സച്ച് വർക്കേഴ്സ് 10ൽ താഴെ ആയിരിക്കണം. ഈ ലെസ് ദാൻ 10 ഒന്ന് ഓർത്ത് വെച്ചോളുക. 10 പേരുണ്ടെങ്കിലും അല്ല കേട്ടോ, 10ൽ താഴെയാണ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. 10ൽ താഴെയാണെങ്കിൽ മാത്രമാണ് അസംഘടിത മേഖല അഥവാ അൺഓർഗനൈസ്ഡ് സെക്ടർ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 3, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ്. സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 3, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ്. ഇപ്പം നോ വുമൺ ഷാൽ ബി സബ്ജക്റ്റഡ് ടു സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് എനി വർക്ക് പ്ലേസ്. ഇനി അടുത്ത certain situations of behaviors like the ones listed below can count as sexual harassment if they are linked to it. അപ്പം നമ്മുടെ താഴെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇനിയുണ്ട്, 1, 2, 3 കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് വർക്ക് പ്ലേസിലുള്ള ഒരു സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് ഒരു എംപ്ലോയി ഒരു പെർട്ടിക്കുലർ എംപ്ലോയിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് നൽകിയാൽ, എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് പ്രോമിസ് ഓഫ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ഹർ എംപ്ലോയ്മെൻറ്റ്, ഒരു ഡയറക്റ്റോ ഇൻഡയറക്റ്റോ പ്രോമിസ് ഓഫ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ഹർ എംപ്ലോയ്മെൻറ്റ്, എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ത്രെറ്റ് ഓഫ് ഡെട്രിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ഹർ എംപ്ലോയ്മെൻറ്റ്, ഒരു ഭീഷണി, ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഭീഷണി, അതായത്
ഇപ്പം നിലനിൽക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസിന് അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് ഒരു ഭീഷണി ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ഫോമിൽ ഒരു ഭീഷണി സൃഷ്ടിച്ചാൽ അതും ഈ പറയുന്ന വർക്ക് പ്ലേസിലുള്ള ഒരു സെക്ഷൽ ഹെറാസ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ത്രെറ്റ് അബൌട്ട് ഹർ പ്രസൻറ്റ് ഓഫ് ഫ്യൂച്ചർ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്. നിലവിലുള്ള ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഭാവിയിലുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസിൽ ഒരു ഭീഷണി സംഭവിച്ചാൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് അതും നമുക്ക് ഒരു സെക്ഷൽ ഹെറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി ഇൻ്റർഫിറൻസ് വിത്ത് ഹർ വർക്ക് ഓർ ക്രിയേറ്റിംഗ് ആൻ ഇൻറ്റിമിഡേറ്റിംഗ് ഒഫെൻസീവ് ഓർ ഹോസ്റ്റൈൽ വർക്ക് എൻവയോൺമെൻറ്റ്. അതായത് ഈ പറയുന്ന അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവിടെ ഒരു ഹോസ്റ്റൈൽ ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതോ. ഇനി ഹ്യൂമിലിയേറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് ലൈക്ലി ടു എഫക്ട് ഹർ ഹെൽത്ത് ഓർ സേഫ്റ്റി. ഹ്യൂമിലിയേറ്റിംഗ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ 2ലേക്ക് വരാം. ചാപ്റ്റർ 2 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ പറയുന്ന ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി. ഈ ഒരു ആക്ടിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി? എന്താണ് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി? അതേപോലെ തന്നെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്? ദാറ്റ് മീൻസ് അതിൻ്റെ കോമ്പോസിഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സെക്ഷൻ 4ലാണ് പറയുന്നത്. എല്ലാ എംപ്ലോയേഴ്സും അവരവരുടെ വർക്ക് പ്ലേസിൽ ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി അഥവാ ഇൻറ്റേർണൽ കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. Every employer of a workplace shall, by an order in writing, constitute a committee to be known as the Internal Complaints Committee. ഈ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് മുൻപാകെയാണ് ശരിക്കും ആദ്യം കംപ്ലയിൻറ്റും കാര്യങ്ങളും ചെല്ലുന്നത്. ആ ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിലാണ് പിന്നെ പല കാര്യങ്ങളും പോകുന്നത്. നമുക്ക് നോക്കാം, ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പഠിക്കാനുണ്ട്. ഇനി പ്രൊവൈഡഡ് ദാറ്റ് where the offices or administrative units of the workplace are പല സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പല ഡിവിഷൻസ് അല്ലെങ്കിൽ സബ് ഡിവിഷൻസ്, ശരിക്കും പറഞ്ഞാൽ ഡിവിഷൻസും സബ് ഡിവിഷൻസും ഒക്കെ നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ വരുന്ന സാധനമാണ്. അപ്പോൾ സബ് ഡിവിഷനും അപ്പോൾ അതും കൂടെ എന്താണെന്ന് ഞാൻ പറയാം. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കത്തില്ലേ, നാളെ നിങ്ങളൊക്കെ സർവീസിൽ കയറുന്ന സമയത്തൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. സെക്ഷൻസ് ഉണ്ട്. ഏറ്റവും താഴത്തെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്ഷനുകളാണ്. സെക്ഷനുകൾ ചേർന്നാണ് ഒരു സബ് ഡിവിഷൻ ഉണ്ടാവുന്നത്. സെക്ഷനുകൾ ചേർന്ന് സബ് ഡിവിഷനുകളുണ്ടാവും. അങ്ങനെ സബ് ഡിവിഷനുകൾ ചേർന്നാണ് ഒരു ഡിവിഷൻ ഉണ്ടാവുന്നത്. സബ് ഡിവിഷൻ ചേർന്ന് ഒരു ഡിവിഷൻ ഉണ്ടാവും. അങ്ങനെ പല ഡിവിഷൻ അല്ലെങ്കിൽ സബ് ഡിവിഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പല സബ് ഡിവിഷൻസിൻ്റെ ഭാഗമായിട്ട് പല പല ഓഫീസസ് പല സ്ഥലങ്ങളിലാണ് എങ്കിൽ ഈ ഇൻറ്റേർണൽ കമ്മിറ്റി ഈ പറയുന്ന എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സിലും അല്ലെങ്കിൽ എല്ലാ ഓഫീസുകളിലും രൂപീകരിച്ചിരിക്കണം. അതായത് ഈ ഗവൺമെൻറ്റിലൊക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഡിവിഷൻസ് സബ് ഡിവിഷൻസിലൊക്കെയാണ് ഓഫീസ് വരുന്നത്. അപ്പോൾ സർക്കിള് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ യൂണിറ്റ്സിലെല്ലാം അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളിലെല്ലാം തന്നെയും ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. ഇനി ദ ഇൻറ്റേർണൽ കമ്മിറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് മെമ്പേഴ്സ് ടു ബി നോമിനേറ്റഡ് ബൈ ദ എംപ്ലോയർ. ഇനി ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ആൾക്കാർ ഈ പറയുന്ന ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണം. അവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് നമ്മുടെ എംപ്ലോയറാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് പ്രിസൈഡിങ് ഓഫീസർ. അപ്പോൾ ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയുടെ ഹെഡാണ് പ്രിസൈഡിങ് ഓഫീസർ. ഇത് നോർമലി ഒരു സീനിയർ ലെവലിലുള്ള ഒരു ലേഡീനെ വേണം പ്രിസൈഡിങ് ഓഫീസറായിട്ട് നിയമിക്കാൻ. പ്രൊവൈഡഡ് അങ്ങനെ സീനിയർ ആയിട്ടുള്ള ഒരു ലേഡി ഇല്ല എങ്കിൽ ഈ പറയുന്ന ഓഫീസുകളിൽ നിന്ന്, അതായത് ഈ പറയുന്ന ഡിവിഷൻസ് അല്ലെങ്കിൽ സബ് ഡിവിഷനിലുള്ള ഓഫീസുകളിൽ നിന്നുള്ള ഒരു സ്ത്രീകളിൽ നിന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യണം. നോക്കാം. A presiding officer who shall be a woman employed at a senior level at workplace from amongst the employees, provided that in case a senior level employee is not available, അങ്ങനെ ഒരു senior level employee available അല്ല എങ്കിൽ the presiding officer shall be nominated from other offices
or administrative units of the workplace referred to in subsection 1. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ല എങ്കിൽ, അതായത് നമ്മുടെ ഈ സീനിയർ ലെവലിൽ ഒരു എംപ്ലോയി, ലേഡി എംപ്ലോയി ഇല്ല എങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളിൽ നിന്ന്, ഈ ഡിവിഷൻസിലും സബ് ഡിവിഷൻസിലും ഒക്കെ ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിൽ നിന്ന് ഒരു ലേഡിയെ നാമനിർദ്ദേശം ചെയ്യണം. Provided further that in case the other officers or administrative units of the workplace do not have a senior level woman employee. അപ്പോൾ ഇനി ഡിവിഷൻസിലും സബ് ഡിവിഷൻസിലും അതിലും ഇനി സീനിയർ ആയിട്ടുള്ള ഒരു ലേഡി എംപ്ലോയി ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? അതായത് ടോപ്പ് ഗ്രാസിലും ഇല്ല, ഡിവിഷൻ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ലെവലിലും ഇല്ല. അങ്ങനെയാണ് എങ്കിൽ the presiding officer shall be nominated from another workplace, from other workplace of the same employer. ഈ എംപ്ലോയറിൻ്റെ തന്നെ മറ്റ് ജോലി സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു സ്ത്രീനെ, അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള ഒരു സ്ത്രീയെ നാമനിർദ്ദേശം ചെയ്യണം. ഓർ അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഓർഗനൈസേഷൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് പ്രിസൈഡിങ് ഓഫീസറായിട്ട് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി സീനിയർ ലെവൽ ലേഡി എംപ്ലോയി. അത് ഇല്ല എങ്കിൽ ഡിവിഷൻസിൽ അല്ലെങ്കിൽ സബ് ഡിവിഷൻസിലുള്ള ഒരു സീനിയർ ലേഡി എംപ്ലോയി. ഇനി അവിടെയും ഒരു സീനിയർ ലേഡി എംപ്ലോയി ഇല്ല എങ്കിൽ മറ്റ് ഓഫീസുകളിൽ, ഈ ഒരു എംപ്ലോയറിൻ്റെ മറ്റ് ഓഫീസുകളിലോ അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷൻസിലോ ഉള്ള ഒരു ലേഡീനെ നാമനിർദ്ദേശം ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് പ്രിസൈഡിങ് ഓഫീസറിൻ്റെ കേസ്. ഇനി അടുത്ത മെമ്പേഴ്സിനെ പറ്റി പറയാം. പ്രിസൈഡിങ് ഓഫീസർ ക്ലിയർ ആയി. ഇനി അടുത്ത മെമ്പേഴ്സ്. ആരെയാണ് മെമ്പേഴ്സ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? നോട്ട് ലെസ് ദാൻ 2 മെമ്പേഴ്സ്. ഇപ്പോൾ 2 മെമ്പേഴ്സിൻ്റെ കാര്യം ഓർത്തോ. 2 മെമ്പേഴ്സ്, 2 മെമ്പേഴ്സ് ഫ്രം എമംഗ്സ്റ്റ് എംപ്ലോയീസ് പ്രിഫറൻഷ്യലി കമ്മിറ്റഡ് ടു ദ കോസ് ഓഫ് വുമൺ ഓർ ഹൂ ഹാഡ് എക്സ്പീരിയൻസ് ഇൻ സോഷ്യൽ വർക്ക് ഓർ ഹാവ് ലീഗൽ നോളജ്. അപ്പോൾ ഈ പറയുന്ന എംപ്ലോയീസിൽ നിന്ന് 2 പേരെയെങ്കിലും ഈ ഒരു കമ്മിറ്റി, അതായത് നമ്മുടെ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയുടെ ഭാഗമാക്കണം. 2 പേരെങ്കിലും. ഏത് 2 പേരെങ്കിലും? ഈ പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന എംപ്ലോയീസിൽ ഉള്ള 2 സ്ത്രീകളെയെങ്കിലും ഇതിൻ്റെ ഭാഗമാക്കണം. നോട്ട് ലെസ് ദാൻ 2 മെമ്പേഴ്സ് ഫ്രം എമംഗ്സ്റ്റ് എംപ്ലോയീസ് പ്രിഫറൻഷ്യലി, പറയുന്ന സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരായിരിക്കണം. who have had experience in social work or have legal knowledge. ഇനി അടുത്ത C. 1 member from amongst NGO or association committed to the cause of women or a person familiar with the issues relating to sexual harassment, provided that at least 1/2 of the total members who are nominated shall be women. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിലേക്ക് വരാം. ഇതിന് മുന്നേ അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇതിൽ ഒരാളെങ്കിലും ഫ്രം എമംഗ്സ്റ്റ് ഒരു NGO അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു NGO അല്ലെങ്കിൽ അസോസിയേഷനിൽ നിന്ന് ഒരാളെയെങ്കിലും എന്ത് ചെയ്യണം? നാമനിർദ്ദേശം ചെയ്യണം. എവിടെ? ഈ കമ്മിറ്റിയിൽ. ഏത് കമ്മിറ്റിയിൽ? ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ. 1 member from amongst non-governmental organizations or associations committed to the cause of women or a person familiar with the issues relating to sexual harassment. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്, ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചാൽ ഈ കമ്മിറ്റിയിൽ പകുതി ആൾക്കാരെങ്കിലും സ്ത്രീകളായിരിക്കണം. ഈ കമ്മിറ്റിയിൽ പകുതി ആൾക്കാരെങ്കിലും എന്തായിരിക്കണം? സ്ത്രീകളായിരിക്കണം. Provided that at least 1/2 of the total members so nominated shall be women. Provided that at least 1/2 of the total members so nominated shall be women. ഇനി ഓക്കെ, പകുതി ആൾക്കാരെങ്കിലും വുമൺ ആയിരിക്കണം. ഇനി the presiding officer and every member of the internal committee shall hold office for such period not exceeding 3 years. 3 വർഷത്തിൽ കൂടുതൽ ഇവരാരും അതേ കസേരയിൽ ഇരിക്കാൻ പാടില്ല. From the date of their nomination as may be specified by the employer. ഈ പറയുന്ന ഇന്റേണൽ കമ്മിറ്റിയുടെ പ്രിസൈഡിംഗ് ഓഫീസറും അതേപോലെ തന്നെ മെമ്പേഴ്സും 3 വർഷത്തിൽ കൂടുതൽ തുടരാൻ പാടില്ല. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി അല്ലേ. അപ്പോൾ ഒരേ വ്യക്തി തന്നെ കൂടുതൽ നാളിരുന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ കുറേ അധികാരമുണ്ട്. ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട് ഈ ഒരു കമ്മിറ്റിക്ക്. നമ്മളിനി അങ്ങോട്ട് പോകുന്ന സമയത്ത് പഠിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റിയിൽ ഉള്ള പ്രിസൈഡിംഗ് ഓഫീസറും മെമ്പേഴ്സും 3 വർഷത്തിൽ കൂടുതൽ തുടരാൻ പാടില്ല. ഇനി 4. The member appointed from amongst the non-governmental organization
ഓർ അസോസിയേഷൻ. ഇങ്ങനെ NGO അല്ലെങ്കിൽ അസോസിയേഷൻസിൽ നിന്നുള്ള ആൾക്കാരെ നമ്മുടെ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്കകത്ത് അപ്പോയിൻറ്റ് ചെയ്താൽ, അപ്പോൾ ഈ കമ്മിറ്റിയുടെ മീറ്റിങ്സിനൊക്കെ അവർ വന്നാൽ പൈസ കൊടുക്കണ്ടേ? ചുമ്മാ അവർ വരുമോ? ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട ശമ്പളവും മറ്റ് സാലറീസും അലവൻസുകളും എല്ലാം എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. The member appointed from amongst the non-governmental organizations or associations shall be paid such fees or allowances for holding the proceedings of the internal committee by the employer, as may be prescribed. അപ്പോൾ ആരാണ് നൽകേണ്ട? എംപ്ലോയർ നൽകണം. For holding the proceedings of the internal committee. ഇനി whether the presiding officer or any member of the internal committee contravenes the provisions of section 16. Section 16 ഇനി പഠിക്കും. Section 16 എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയുടെ ഇൻക്വയറിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അത് പബ്ലിഷ് ചെയ്യുന്നതിനെ വിലക്കുന്ന ഒരു സാധനമാണ്. ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയുടെ ഉത്തരവുകൾ അല്ലെങ്കിൽ അവരുടെ അന്വേഷണ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിറ്റ്നസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ അഗ്രീവ്ഡ് പേഴ്സണിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ പരസ്യപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അച്ചടിക്കുന്നതോ തടയുന്ന നിയമമാണ് സെക്ഷൻ 16 എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സെക്ഷൻ 16. ഓർ ഹാസ് ബീൻ കൺവിക്റ്റഡ് ഫോർ ആൻ ഒഫൻസ്. ഇപ്പോൾ അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ നിലവിൽ ഈ ഒരു വ്യക്തിക്കെതിരെ, അതായത് ഈ പ്രിസൈഡിങ് ഓഫീസർ അല്ലെങ്കിൽ മെമ്പർ എപ്പോഴാണ് അവരെ മാറ്റാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്ന ABCDയിലൊക്കെ. ഈ സെക്ഷൻ 16 പ്രകാരം ഒരു തെറ്റ് ചെയ്താൽ പ്രിസൈഡിങ് ഓഫീസറിനെയും മെമ്പറിനെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റും. ഇനി അടുത്തത്, ഹാസ് ബീൻ കൺവിക്റ്റഡ് ഫോർ ആൻ ഒഫൻസ് ഓർ ആൻ ഇൻക്വയറി ഇൻ ടു ആൻ ഒഫൻസ് under any law for the time being in force is pending against him. അപ്പോൾ ഈ ഒരു വ്യക്തിക്കെതിരെ, അതായത് പ്രിസൈഡിങ് ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന മെമ്പറിനെതിരെ ഒരു നടപടി, ഒരു നിയമ നടപടി നിലവിലുണ്ട്, അതായത് ഒരു ക്രിമിനൽ നടപടി നിലവിലുണ്ട്. അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല. എന്നിരുന്നാലും ആ ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം. കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ് ഓർ ആൻ എൻക്വയറി ഇൻ ടു ആൻ ഒഫൻസ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം. ഏത് നിയമത്തിൻ്റെ പേരിലാണെങ്കിലും, അതായത് പോഷ് ആക്ട് തന്നെയാണോന്നില്ല, ഇന്ത്യയിൽ നിലവിലുള്ള മറ്റേത് നിയമത്തിൻ്റെ ബേസിസിലോ ഇദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിസൈഡിങ് ഓഫീസറിനെയോ അല്ലെങ്കിൽ മെമ്പറിനെയോ തൽസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതാണ്. ഇനി has been found guilty in any disciplinary proceeding or a disciplinary proceeding is pending against him. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിൽ ഇദ്ദേഹം തെറ്റുകാരനാണെന്ന് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ, അച്ചടക്ക നടപടി പെൻഡിങ് ആയിരിക്കുവാണ് എങ്കിൽ ഇദ്ദേഹത്തിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം. ഈ ഇദ്ദേഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്ത്രീകളായിരിക്കും. പ്രിസൈഡിങ് ഓഫീസറൊക്കെ സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു പോകുന്നതാണ് ഇദ്ദേഹം എന്ന സ്ത്രീയാണേ, പുരുഷനല്ല. ഇദ്ദേഹം എന്ന് പറയുന്ന കേട്ട് നിങ്ങൾ പുരുഷനാണെന്ന് വിചാരിക്കല്ലേ. ഹാസ് ബീൻ ഫൗണ്ട് ഗിൽറ്റി, ബീൻ ഫൗണ്ട്, കണ്ടോ, ഹി ഹാസ് ബീൻ ഫൗണ്ട്. അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇംഗ്ലീഷ് ടേംസ് ആണ്. നമ്മുടെ ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മുടെ വേർഡിങ്സ് വരുമ്പം ഹി എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ഹിന്ദിയിലൊക്കെ ഇമ്പോർട്ടൻസ്, ഇപ്പം നമുക്ക് ജെൻഡർ അറിഞ്ഞുകൂടാ എങ്കിൽ സ്ത്രീയായിട്ട് സ്ത്രീലിംഗത്തിലാണ് പറയുന്നത്. നമ്മുടെ പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്. നമുക്ക് ജെൻഡർ അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഹി ആണ് യൂസ് ചെയ്യുന്നത്. ആ സംഭവമാണ് കേട്ടോ ഞാൻ പറയുന്നതും അതേപോലെ അങ്ങ് പറയുകയാണേ. എനി ഡിസിപ്ലിനറി, അത് നമ്മൾ പറഞ്ഞായിരുന്നു ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിൻ്റെ കാര്യം. ഇനി അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, അതായത് പ്രിസൈഡിങ് ഓഫീസർ അല്ല എങ്കിൽ നമ്മുടെ മെമ്പർ ആ ഒരു വ്യക്തിയുടെ പൊസിഷൻ ദുരുപയോഗം ചെയ്തു, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വേക്കൻസി ഉണ്ട് എന്നുള്ള കാരണത്താൽ shall be removed from the constitution and the vacancy so created or any casual vacancy shall be filled by the fresh nomination. ഇങ്ങനെ വരുന്ന ഒരു വേക്കൻസി പുതിയൊരാളെ നാമനിർദ്ദേശം ചെയ്ത് നികത്തണം. ഇത്രയേ ഉള്ളൂ. അടുത്തത് ചാപ്റ്റർ 3, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റി. നമ്മുടെ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റിയെക്കുറിച്ച് പറയാം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള 2 കമ്മിറ്റി? നമുക്ക് നോക്കാം. വരുന്ന സ്ലൈഡ്സിൽ അതിനെപ്പറ്റിയൊക്കെയുള്ള ഉത്തരങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഉണ്ട്. സെക്ഷൻ 5, നോട്ടിഫിക്കേഷൻ ഓഫ് ഡിസ്ട്രിക്ട് ഓഫീസർ. നോട്ടിഫിക്കേഷൻ ഓഫ് ഡിസ്ട്രിക്ട് ഓഫീസർ. ഇപ്പോൾ നമ്മുടെ സർക്കാരിന് ഒരു ജില്ലാ മജിസ്ട്രേറ്റ്, അതായത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെയോ അല്ലെങ്കിൽ ADM-നെയോ, അതായത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കളക്ടർ അല്ലെങ്കിൽ
അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെയോ അല്ല എങ്കിൽ ഒരു കളക്ടറിനെയോ അല്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടി കളക്ടറിനെയോ ഡിസ്ട്രിക്ട് ഓഫീസറായിട്ട് എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ ബേസിസിലുള്ള ഫങ്ഷൻസ് നിറവേറ്റാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. The appropriate government may notify a district magistrate or additional district magistrate or collector or deputy collector as a district officer for every district to exercise powers or discharge functions under this act. ഇനി അടുത്ത സെക്ഷൻ 6 കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ലോക്കൽ കമ്മിറ്റി. ഈ ലോക്കൽ കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ കോമ്പോസിഷൻ ആണ് ഉദ്ദേശിക്കുന്ന കോമ്പോസിഷൻ ആൻഡ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ലോക്കൽ കമ്മിറ്റി. അപ്പോൾ എല്ലാ ജില്ലാ ഓഫീസേഴ്സും അവരുടെ ജില്ലകളിൽ കോൺസ്റ്റിറ്റ്യൂട്ട് എവറി ഡിസ്ട്രിക്ട് ഓഫീസർ ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഡിസ്ട്രിക്ട് കൺസേൺഡ് എ കമ്മിറ്റി ടു ബി നോൺ ആസ് ലോക്കൽ കമ്മിറ്റി. ലോക്കൽ കമ്മിറ്റി ഉണ്ടാക്കണം, ഒരു ലോക്കൽ കമ്മിറ്റി രൂപീകരിക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും ചിലപ്പോൾ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി രൂപീകരിക്കാൻ സാധിക്കണമെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവിടെയുള്ള വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾക്കെതിരെ വരുന്ന ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ ഒഫൻസ് എൻക്വയറി നടത്തണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കമ്മിറ്റിയാണ് ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി. അപ്പോൾ ഈ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലൊക്കെ വരുന്നതും ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയുടെ റോളാണ് വരുന്നത്. ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി നോൺ ആസ് ലോക്കൽ കമ്മിറ്റി ടു റിസീവ് കംപ്ലയിൻറ്റ്സ് ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് ഫ്രം എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് where the internal committee has not been constituted. എവിടെ ഇന്റേണൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്ത സ്ഥലത്ത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ആ കാര്യം തന്നെ, ഡ്യൂ ടു ഹാവിങ് ലെസ് ദാൻ 10 വർക്കേഴ്സ്, 10 വർക്കേഴ്സിൽ താഴെയുള്ള സാഹചര്യമൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് രൂപീകരിക്കേണ്ട, എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കേണ്ട. എൻക്വയറി കമ്മിറ്റി മീൻസ് ഇന്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി രൂപീകരിക്കേണ്ട. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലോക്കൽ കമ്മിറ്റി ആണ് ആ ഇന്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയുടെ ജോലികൾ നിറവേറ്റുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻസ് നിറവേറ്റുന്നത്. അപ്പോൾ അതിനുവേണ്ടി ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയെ എല്ലാ ജില്ലകളിലും നമ്മുടെ ജില്ലാ ഓഫീസർമാർ രൂപീകരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. അതേപോലെ തന്നെ ഈ കംപ്ലയിൻ്റ് ഉണ്ടല്ലോ, ഈ പറയുന്ന ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ കംപ്ലയിൻറ്റ് എംപ്ലോയറിനെതിരെയാണ് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എംപ്ലോയർ അല്ലേ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുള്ള ലേഡീസൊക്കെ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് അടുപ്പമുള്ള അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് പരിചയമുള്ള ലേഡീസ് ആയിരിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഇരയ്ക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവായിരിക്കത്തില്ല ഈ ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, അതായത് എംപ്ലോയറിനെതിരെയാണ് കംപ്ലയിൻ്റ് എങ്കിൽ അത് ഇൻറ്റേർണൽ എൻക്വയറി അല്ലെങ്കിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി അല്ല, ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്ക് കൈമാറാം. ഇനി ഡിസ്ട്രിക്ട് ഓഫീസർ ഷാൽ ഡെസിഗ്നേറ്റ് 1 നോഡൽ ഓഫീസർ ഇൻ എവറി ബ്ലോക്ക്, താലൂക്ക ഓർ തഹസിൽ ഇൻ റൂറൽ ഏരിയയിലാണെങ്കിൽ ജില്ലാ ഓഫീസർമാർ ഒരു തഹസിൽ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു താലൂക്കിൽ ഒരു നോഡൽ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അർബൻ ഏരിയാസിലാണെങ്കിൽ ഒരു വാർഡിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ബേസിസിൽ നോഡൽ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി? ഈ പറയുന്ന കംപ്ലയിൻറ്റ്സ് ഒക്കെ റിസീവ് ചെയ്യാൻ വേണ്ടി, ടു റിസീവ് കംപ്ലയിൻറ്റ്സ് ആൻഡ് ഫോർവേഡ് ദ സെയിം ടു ദ കൺസേൺ ലോക്കൽ കമ്മിറ്റി. ഈ കംപ്ലയിൻറ്റ്സ് എല്ലാം റിസീവ് ചെയ്ത് ലോക്കൽ കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി വിത്തിൻ എ പീരീഡ് ഓഫ് 7 days, 7 ദിവസത്തിനുള്ളിൽ അവർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ 7 ദിവസത്തിനുള്ളിൽ ആ ഒരു കാര്യം ചെയ്യണം. ഇനി ഇവരുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. ഷാൽ എക്സ്റ്റെൻഡ് ടു ദ ഏരിയാസ് ഓഫ് ദ ഡിസ്ട്രിക്ട് വെയർ ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഏരിയ, ഏതൊരു ഏരിയയിലേക്കാണോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് ഇവരുടെ ജൂറിസ്ഡിക്ഷൻ അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി കോമ്പോസിഷൻ, ടെനർ ആൻഡ് അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ലോക്കൽ കമ്മിറ്റി. കോമ്പോസിഷൻ, ടെനർ ആൻഡ് അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ലോക്കൽ കമ്മിറ്റി. സെക്ഷൻ 7 പറയുന്നത് കോമ്പോസിഷൻ, ടെനർ ആൻഡ് അതർ ടേംസ് ഓഫ് കണ്ടീഷൻസ് ഓഫ് ലോക്കൽ കമ്മിറ്റി. അപ്പോൾ ഇതിൽ ആരൊക്കെ ഉണ്ടാവും? നമ്മൾ നേരത്തെ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയുടെ കാര്യങ്ങൾ, അതിൻ്റെ ഒരു കോമ്പോസിഷനൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പം നമ്മൾ ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെ ഒരു കോമ്പോസിഷനാണ് നമ്മൾ നോക്കുന്നത്. The local committee shall consist of the following members to be nominated by the district officer. ഇവിടെ നോമിനേറ്റ് ചെയ്യുന്നത് ജില്ലാ ഓഫീസർ, അവിടെ നോമിനേറ്റ് ചെയ്യുന്നത്, അവിടെ മീൻസ് ഇന്റേണൽ കമ്മിറ്റി, ഇന്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി, അവിടെ നോമിനേറ്റ് ചെയ്യുന്നത് എംപ്ലോയർ, ഇവിടെ നോമിനേറ്റ് ചെയ്യുന്നത് ജില്ലാ ഓഫീസർ.
ഇപ്പോൾ a chairperson to be nominated from amongst the eminent women in the field of social work and committed to the cause of women. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ത്രീകളിൽ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു സ്ത്രീയെ നാമനിർദ്ദേശം ചെയ്യണം, ചെയർമാനായി നാമനിർദ്ദേശം ചെയ്യണം. അവിടെ ചെയർമാൻ അല്ല ചെയർപേഴ്സണായി നാമനിർദ്ദേശം ചെയ്യണം. അവിടെ അത് പ്രിസൈഡിങ് ഓഫീസർ ആയിരുന്നു കേട്ടോ. ഈ പ്രിസൈഡിങ് ഓഫീസറും അതേപോലെ തന്നെ ചെയർപേഴ്സണും രണ്ടും സ്ത്രീ തന്നെ ആയിരിക്കണം. ഇനി 1 member to be nominated from, അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെ ബ്ലോക്ക്, താലൂക്ക അല്ലെങ്കിൽ തഹസിൽ അല്ലെങ്കിൽ വാർഡ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ബേസിസിൽ ഒരു മെമ്പറിനെ നോമിനേറ്റ് ചെയ്യണം. 1 member to be nominated from amongst the women working in block, താലൂക്ക or തഹസിൽ or ward or municipality in the district. ഇനി 2 members of whom at least one shall be a woman to be nominated from amongst such non-governmental organization or associations committed to the cause of women or a person familiar with the issues relating to sexual harassment which may be prescribed. ഇപ്പോൾ 2 ആൾക്കാർ, അതിൽ ഒരാളെങ്കിലും ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അസോസിയേഷനിൽ നിന്ന് ഉള്ള ഒരാളായിരിക്കണം. കമ്മിറ്റഡ് ടു ദ കോസ്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു അസോസിയേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആയിരിക്കണം. or a person familiar with the issues relating to sexual harassment which may be prescribed. And provided that at least one of the nominees should preferably have a background in law or legal knowledge. അപ്പോൾ ഇതിൽ ഒരാൾക്കെങ്കിലും ലോ ഓർ ലീഗൽ നോളജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തി ആയിരിക്കണം. ഇനി provided further that at least one of the nominees shall be a woman. ഇതിൽ ഒരാളെങ്കിലും SC SC കാറ്റഗറിയിൽ അല്ലെങ്കിൽ OBC കാറ്റഗറിയിൽ അല്ലെങ്കിൽ മൈനോറിറ്റിയിലുള്ള ഒരാളായിരിക്കണം. അതായത് മൈനോറിറ്റി എന്ന് പറയുമ്പം സെൻട്രൽ ഗവൺമെൻറ് കാലാകാലങ്ങളിൽ നോട്ടിഫൈ ചെയ്ത ആ ഒരു ഇതായിരിക്കണം. കാരണം ഈ സ്റ്റേറ്റ് ലിസ്റ്റ് ഇതൊക്കെ മാറുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം ആ മാറ്റങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളായിരിക്കണം. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ നോമിനീസ് ഷാൽ ബി എ വുമൺ belonging to the SC or ST or OBC or minority committee notified by the central government from time to time. Any the concerned officer dealing with the social welfare or women and child development in the district shall be a member ex officio. അപ്പം ഇതുമായി ബന്ധപ്പെട്ട വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറിൻ്റെ ഭാഗമായി വരുന്ന ഓഫീസർ ഉണ്ടല്ലോ, ആ ഒരു കൺസേൺഡ് ഓഫീസർ എക്സ് ഒഫീഷ്യോ അംഗമായിരിക്കും, എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയുടെ കേസ് പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു, പ്രിസൈഡിങ് ഓഫീസറും അതേപോലെ മെമ്പർമാരും 3 വർഷത്തിൽ കൂടുതൽ തൽസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല. ഇവിടുത്തെ കേസും അതേപോലെയാണ്. നമ്മുടെ ചെയർപേഴ്സണും മെമ്പർമാരും 3 വർഷത്തിൽ കൂടുതൽ, ഏതിൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സണും മെമ്പർമാരും 3 വർഷത്തിൽ കൂടുതൽ തൽസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ ദിവസം മുതലുള്ള 3 മാസമാണ്. ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ഈ പറയുന്നവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ജില്ലാ ഓഫീസറാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. വേർ ദ ചെയർപേഴ്സൺ ഓർ എനി മെമ്പർ ഓഫ് ദ ഈ പറയുന്ന ലോക്കൽ കമ്മിറ്റി, ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിലുള്ള ആൾക്കാരെ എപ്പോഴാണ് തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റുന്നത് എന്നുള്ള കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേ കണ്ടീഷൻസ് ഇവിടെ ലോക്കൽ കമ്മിറ്റിയിലുള്ള ആൾക്കാർക്കും ആപ്ലിക്കബിൾ ആണ്. ഒന്ന്, സെക്ഷൻ 16 വയലേറ്റ് ചെയ്താൽ, സെക്ഷൻ 16 എന്ന് പറയുന്നത് ഈ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഈ ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻക്വയറി റിപ്പോർട്ട് അല്ലെങ്കിൽ വിറ്റ്നസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അഗ്രീവ്ഡ് പേഴ്സൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി പബ്ലിഷ് ചെയ്യുകയോ പ്രിൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ പുറത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ചെയർപേഴ്സണെയും മെമ്പേഴ്സിനെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഹാസ് ബീൻ കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ്, അതായത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷ വിധിക്കപ്പെടുകയോ അല്ലെങ്കിൽ ശിക്ഷ കാത്തു കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഏത് നിയമത്തിൻ്റെ ബേസിസിലും, ഇന്ത്യയിൽ നിലവിലുള്ള ഏത് നിയമത്തിൻ്റെ ബേസിസിലാണെങ്കിലും വ്യക്തിക്കെതിരെ ശിക്ഷ വിധിക്കപ്പെടുകയോ അല്ലെങ്കിൽ വിധി കാത്തു കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചെയർപേഴ്സണെയോ മെമ്പറിനെയോ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു അച്ചടക്ക നടപടിയിൽ ഈ ഒരു വ്യക്തി തെറ്റുകാരനാണെന്ന് കണ്ടുപിടിക്കുകയോ അല്ല എങ്കിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഈ വ്യക്തിക്കെതിരെ പെൻഡിങ് ആയി കിടക്കുകയാണെങ്കിലോ ഈ ചെയർപേഴ്സണെയോ മെമ്പറിനെയോ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി
ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തുവാണ് എങ്കിൽ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റും. അതേപോലെ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു വേക്കൻസി എത്രയും പെട്ടെന്ന് പുതിയൊരു നാമനിർദ്ദേശത്തിലൂടെ മറികടക്കണം അല്ലെങ്കിൽ നികത്തണം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ്. ഷാൽ ബി റിമൂവ്ഡ് പബ്ലിക് ഇൻട്രസ്റ്റ് സച്ച് ഷാൽ ബി റിമൂവ്ഡ് ഫ്രം ദ വേക്കൻസി സോ ക്രിയേറ്റഡ് ഓർ എനി കാഷ്വൽ വേക്കൻസി ഷാൽ ബി ഫിൽഡ് ബൈ ഫ്രഷ് നോമിനേഷൻ. ഇനി chairperson or members of the local committee other than the members nominated shall be entitled to such fees or allowance for holding the proceedings of local committee as may be prescribed. ഇതും നമ്മൾ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് അത് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ പുറത്തു നിന്നുള്ള ആൾക്കാരാണ് എങ്കിൽ അവർക്ക് സാലറി അലവൻസുകൾ നൽകണം. കാരണം ഈ പറയുന്ന മീറ്റിംഗ്സ് സെഷൻസിനൊക്കെ വരുന്നില്ലേ, അതിന് കൊടുക്കണം. അപ്പോൾ അതിന് സാലറി അലവൻസുകൾ നൽകണം. ഇനി അടുത്ത സെക്ഷൻ 8 ഗ്രാൻറ്റുകളും ഓഡിറ്റുകളെ കുറിച്ചുമാണ് പറയുന്നത്. ഗ്രാൻറ്റ്സ് ആൻഡ് ഓഡിറ്റ്, ഗ്രാൻറ്റുകളെയും ഓഡിറ്റുകളെയും കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഗ്രാൻറ്റ് നൽകും. നമ്മുടെ പാർലമെൻറ്റ് അപ്രോപ്രിയേഷൻ ചെയ്ത ആ ഒരു ഫണ്ടിൽ നിന്ന് ഗ്രാൻറ്റ് നൽകും. By law, in this behalf, make to the state government grants of such sums of money as the central government may think fit for being utilized for the payment of fees and. അപ്പോൾ ഇങ്ങനെ വേണ്ട എത്ര പേയ്മെൻ്റ് ആണ് അല്ലെങ്കിൽ എത്ര സം ഓഫ് മണി ആണ് ഓരോ സംസ്ഥാന സർക്കാരിനും വേണ്ടത് എന്നുള്ളൊരു കണക്ക് നോക്കി എന്നിട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് ആ ഒരു എമൗണ്ട് ആര് നൽകും? കേന്ദ്ര സർക്കാർ നൽകും, ഗ്രാൻഡായിട്ട് നൽകും. സ്റ്റേറ്റ് ഗവൺമെൻറ് മേ സെറ്റപ്പ് ആൻ ഏജൻസി ആൻഡ് ട്രാൻസ്ഫർ ദ ഗ്രാൻഡ്. ഈ സംസ്ഥാന ഗവൺമെൻറ് ഒരു ഏജൻസി സെറ്റപ്പ് ചെയ്തിട്ട് ആ ഒരു ഏജൻസി ത്രൂ ഈ ഗ്രാൻറ്റുകൾ വേണ്ട ആൾക്കാർക്ക് അത് ഗ്രാൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ദ ഏജൻസി ഷാൽ പേ ടു ദ ഡിസ്ട്രിക്ട് ഓഫീസർ സച്ച് സം ആസ് മേ ബി റിക്വയർഡ് ടു ദ പേയ്മെൻറ്റ് ഓഫ് ഫീസ് ഓർ അലവൻസ്. അപ്പോൾ ഈ ഒരു ഏജൻസി ആർക്ക് നൽകണം? ഡിസ്ട്രിക്ട് ഓഫീസറിന് നൽകണം, ഈ പറയുന്ന നിയമത്തിൻ്റെ ബേസിസിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ ഈ പറയുന്ന ഫീസ് അലവൻസ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, പുറത്തു നിന്നുള്ള മെമ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് ഫീസും അലവൻസ്, അപ്പോൾ അതിനൊക്കെ ഈ ഒരു ഗ്രാൻറ്റിൽ നിന്നുള്ള തുകയാണ് വകയിരുത്തുന്നത്. ഇനി അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണ്ടേ, അപ്പോൾ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റിലെ അക്കൗണ്ട്സിൻ്റെ ഹെഡായ അക്കൗണ്ടൻറ്റ് ജനറലിനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന രീതിയിൽ വേണം അക്കൗണ്ട്സ് സൂക്ഷിച്ചിരിക്കാനും. But the accounts of the agency shall be maintained and audited in such manner as may, in consultation with the Accountant General of the state, state-lollayana Accountant General, be prescribed, and the person holding the custody of accounts of the agency shall furnish to the state government before such date as may be prescribed its audited copy of accounts together with auditor's report therein. ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടും അതേപോലെ തന്നെ ഈ അക്കൗണ്ട്സിൻ്റെ സർട്ടിഫൈഡ് കോപ്പീസും, അതായത് ഓഡിറ്റഡ് കോപ്പീസ് മീൻസ് ഈ പറയുന്ന AG അക്കൗണ്ടൻറ്റ് ജനറൽ ഓഡിറ്റ് ചെയ്ത കോപ്പീസ് ഉൾപ്പെടെ ചേർന്നാണ് സമർപ്പിക്കാനുള്ളത് സംസ്ഥാന സർക്കാരിന് മുൻപാകെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് ആക്ടിൻ്റെ പാർട്ട് 1 അപ്പോൾ നന്നായി പഠിക്കുക. അപ്പോൾ അടുത്ത പാർട്ട് 2 കാണുന്നതിന് മുന്നേ തന്നെ പാർട്ട് 1 പച്ചവെള്ളം പോലെ വളരെ വ്യക്തമായിട്ട് വളരെ നന്നായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. താങ്ക്